श्रीहरये नमः। ॐ हरिर्विदध्यान् मम सर्वरक्षां न्यस्ताङ्घ्रिपद्मपदगेन्द्रपृष्ठे धरारिचर्मासि गधेषु चापः पाशान् दधानोऽष्टगुणोऽष्टबाहुः। സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാം 3 അധ്യായമാണ് അജാമള മോക്ഷം. പിന്നെ 16 അധ്യായമുണ്ട് 6-ാം സ്കന്ധത്തിൽ. 19 അധ്യായമാണ് ടോട്ടൽ. ആ 16 അധ്യായവും കൂടെ ഒരൊറ്റ ദശകത്തിൽ ചുരുക്കി. അതാണിത് കേട്ടോ. ഇതിൽ നോക്കിക്കോളാം. നമ്മള് ആദ്യം ഒരു ദക്ഷനെ പഠിച്ചു അല്ലേ? ദക്ഷസ്തുതാതുരതിലാളനയാമദാന്തോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ദക്ഷനെ പഠിച്ചു. ദക്ഷ പ്രജാപതിയെ യാഗം ദക്ഷയാഗത്തിന്റെ കാര്യത്തിൽ പഠിച്ചു. പിന്നെ പറഞ്ഞു ഈ പ്രജേതസ്സുകള് ആ പർവ്വതപുത്രിയെ കല്യാണം കഴിച്ചപ്പോ അവർക്ക് സുതസ്തു ദക്ഷോ ഒരു ദക്ഷൻ എന്ന് പറയാതെ പുത്രൻ ജനിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ ദക്ഷന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കോളോ. ദക്ഷചരിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദക്ഷയാഗത്തിലെ ദക്ഷനല്ല എന്ന് പറയാനാണ് ഇത് ഓർമ്മിപ്പിച്ചത്. കാരണം ബാർഹിഷത്തിന്റെ പുത്രന്മാരായ പ്രജേതസ്സുകൾ പരമശിവൻ പറഞ്ഞു കൊടുത്തതായ വിഷ്ണുസ്തുതിയെ ചെയ്തുകൊണ്ട് 10,000 കൊല്ലം തപസ് ചെയ്തു. അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ധ്രുവൈസ്തദക്താം തനയാം അവാപ്യ പറഞ്ഞു, ഈ പർവ്വതങ്ങള് ഈ വൃക്ഷങ്ങള് നിങ്ങൾക്ക് ഒരു മകളെ തരും, അവളെ കല്യാണം കഴിച്ചോളോ, എന്നിട്ട് നിങ്ങൾക്ക് ദക്ഷൻ ഒരു പുത്രൻ ജനിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ദക്ഷന്റെ കഥയാണത്. നോക്കിക്കോളൂ കേട്ടോ. പ്രാചേതസസ്തു ഭഗവൻ അപരോഹി ദക്ഷഃ ത്വത്സേവനം വ്യഥിത സർഗവിവൃദ്ധികാമഃ ആവിർബഭൂവിദദാലസദഷ്ടബാഹുഃ തസ്മൈ വരം ദദിത ത്വാം ച വധൂമാസിക്നീം. ഇവിടെ പറയണ പ്രാചേതസ്സുകൾ, പ്രചേതസ്സിന്റെ പുത്രൻ പ്രാചേതസൻ. 10 പ്രചേതസ്സുകള് അവരുടെ പുത്രനാണ് പ്രാചേതസ് എന്ന് പേരായ അപരഹ ദക്ഷ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു. വേറൊരു ദക്ഷനാട്ടോന്ന്, നിങ്ങൾ മുമ്പ് പഠിച്ച ദക്ഷനല്ല എന്ന് പറഞ്ഞു തരികയാണ്. അപരോഹി ദക്ഷ, വേറൊരു ദക്ഷൻ. അയാൾ എന്ത് ചെയ്തു? അദ്ദേഹം എന്ത് ചെയ്തു? സർഗവിവൃദ്ധി കാമഹ, സർഗം സൃഷ്ടി, സർഗവിവൃദ്ധി കാമ, നല്ല പ്രജാസർഗം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ത്വത്സേവനം വ്യഥിത, ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ സേവനം, അങ്ങയുടെ പൂജയെ, തപസ്സിനെ വ്യഥിത ചെയ്തു. അങ്ങേ തപസ് ചെയ്തു. ആര്? ദക്ഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? സർഗവിവൃദ്ധി കാമഹ, സൃഷ്ടി വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? ആവിർബഭൂവിധ, പ്രത്യക്ഷപ്പെട്ടു മുമ്പിൽ. ത്വം ആവിർബഭൂവിധ എന്ന മധ്യമ പുരുഷനാ പറഞ്ഞത്. ഹേ ഗുരുവായൂരപ്പ, അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ തഥാ, ആ സമയത്ത് എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? ലസദ് അഷ്ടബാഹു, 8 കൈകളോട് കൂടിയിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ആയിരിക്കും മനസ്സിൽ പ്രാർത്ഥിച്ചു. അത് തന്നെയാണ് പ്രജേതസ്സുകളും പ്രാർത്ഥിച്ചത്. പ്രജേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ 8 കൈകളോട് കൂടിയായിരുന്നു. അവരുടെ മകൻ അതേ രൂപത്തിന്റെ തന്നെ ആയിരിക്കണമല്ലോ സ്തുതിച്ചത്. അതുകൊണ്ട് 8 കൈകളോട് കൂടി പുറപ്പെട്ടപ്പോഴേണ്ടി തസ്മൈ വരം ദദിത. അപ്പൊ ഈ ഹംസഗുഹ്യം എന്ന പേരിലാണ്, പ്രസിദ്ധമായ മന്ത്രങ്ങളെ കൊണ്ടാണ് ഈ ദക്ഷൻ ഭഗവാനെ സ്തുതിച്ചത്. അപ്പൊ എന്ത് ചെയ്തു? തസ്മൈ, ആ ദക്ഷൻ ആയിക്കൊണ്ട് ദധിധ നൽകി. എന്തിനെ നൽകി? താം ച വധൂം അസക്നീം, വരം നൽകി മാത്രമല്ല അസിക്നി എന്ന പേരായ ഒരു പത്നിയെയും നൽകി എന്നാണ്. അതായത് ചക്രം, ശംഖ്, വാള്, പരിചം, വില്ല്, അമ്പ്, പാശം, ഗദ എന്നീ തുടങ്ങിയ 8 കൈകളോട് കൂടിയിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. പ്രത്യക്ഷപ്പെട്ടപ്പോ എന്ത് ചെയ്തു? പഞ്ചജനന്റെ മകളായ അസിക്നിയെ കല്യാണം കഴിച്ചോ, അങ്ങനെ നീ പ്രജാസൃഷ്ടി ചെയ്തോളോ എന്ന് ഭഗവാൻ വരം നൽകി. ആർക്ക്? ദക്ഷന്. കണ്ടോ? അപ്പൊ പറയണ ഈ പ്രജേതസ്സുകളുടെ പുത്രനായ ദക്ഷൻ പ്രജാസൃഷ്ടി ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ തപസ് ചെയ്തു. ഭഗവാൻ അദ്ദേഹത്തിന്റെ മുൻപിൽ 8 കൈകളിൽ 8 ആയുധങ്ങളും ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. മാത്രമല്ല പഞ്ചജനന്റെ പുത്രിയായ അസിക്നിയെ കല്യാണം കഴിച്ചോളോ എന്ന് വരവും കൊടുത്തു എന്നാണ്. അപ്പോൾ അങ്ങനെ ഭഗവന് എന്ന് സംബോധന.
പ്രാചേതസഃ അപരഃ ഹി ദക്ഷഃ തു. പ്രാചേതസ്തു ഭഗവൻ അപരോ ഹി ദക്ഷഃ. ഹേ ഭഗവന്, പ്രാചേതസഃ അപരഃ ദക്ഷഃ തു, പ്രചേതസിന്റെ പുത്രനായ മറ്റൊരു ദക്ഷൻ സർഗവിവൃദ്ധികാമഃ ത്വത്സേവനം വ്യഥിത, സൃഷ്ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിച്ചു. അപ്പൊ തഥാ, ആ സമയത്ത് അവന്റെ തപസ് കണ്ടപ്പോൾ ലസദ് അഷ്ടബാഹു, 8 കൈകളോട് കൂടി ആവിർബഭൂയിധ, പ്രത്യക്ഷപ്പെട്ടു. മാത്രമല്ല തസ്മൈ വരം ദധിത, അവന് വരം നൽകി. മാത്രമല്ല അസക്നിയും വധുവും ച, അസിക്നിയെ വധുവായി കിട്ടട്ടെ എന്നും അനുഗ്രഹിച്ചു. അസിക്നിയെ കല്യാണം കഴിച്ചോളൂ, എന്നിട്ട് പ്രജാസർഗം ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചു എന്നർത്ഥം. എളുപ്പാണ് ശ്ലോകം. ആദ്യത്തെ വരിയിലെ ഹേ ഭഗവന് പ്രാചേതസഃ അപരഃ ദക്ഷഃ തു, എങ്ങനെയാ സർഗവിവൃദ്ധികാമഃ ത്വത്സേവനം വ്യതിത. ആ സമയത്ത് തഥാ ലസദഷ്ടബാഹു ആവിർബഭൂവിധ തസ്മൈ വരം ദദിത താം വധൂം അസിഗ്നീം ച. ദദിത എന്ന് പിന്നെ പറഞ്ഞാൽ മതി. തസ്മൈ വരം താം വധൂം അസിഗ്നീം ച ദദൗ, അസിഗ്നിയെയും നൽകി എന്ന് പറഞ്ഞാലും മതി. ഒരിക്കൽ കൂടെ അന്വയം പറയാം, ശ്രദ്ധിച്ചോളൂ. ഭഗവന് പ്രാചേതസഃ അപരഃ ഹി ദക്ഷഃ തു, സർഗവിവൃദ്ധികാമഃ ത്വാം ത്വത്സേവനം വ്യഥിത. തദാ ലസദഷ്ടബാഹു ആവിർബഭൂവിധ തസ്മൈ വരാൻ വധൂം അസിഗ്നീം ച ദദിത. ഇതാണ് വാചകം. പ്രാചേതസഃ തു ഭഗവന് അപരഃ ഹി ദക്ഷഃ ത്വത്സേവനം വ്യഥിത സർഗവിവൃദ്ധികാമഃ ആവിർബഭൂവിധ തദാ ലസദഷ്ടബാഹു തസ്മൈ വരം ദധിത താം ച വധൂം അസിഗ്നീം. പ്രാചേതസ്തു ഭഗവൻ അപരോ ഹി ദക്ഷഃ ത്വത്സേവനം വ്യതിത സർഗവിവൃദ്ധികാമഃ ആവിർബഭൂവിധ തദാ ലസദഷ്ടബാഹു തസ്മൈ വരം ദദിത താം ച വധൂം അസിഗ്നീം. എന്നിട്ട് എന്തുണ്ടായിന്നറിയോ? ഹംസഗുഹ്യം എന്ന പേരിലുള്ള വ്രതത്തെയാണ് അനുഷ്ഠിച്ചത്. ദക്ഷന് പുത്രന്മാരുണ്ടായി എന്നാണ്. അതിലെ 2 ആദ്യം ഹര്യസ്വന്മാർ എന്ന് പേരായി 1000 പുത്രന്മാരുണ്ടായി, 10,000 പുത്രന്മാരുണ്ടായി എന്നൊക്കെ പറയുന്നു. അവരെന്ത് ചെയ്തു? ഈ ദക്ഷനാണ്, അതാണ് അവിടെ കാര്യം. ഒരു ദക്ഷനെ കൊണ്ട് തന്നെ ലോകം തോറ്റതാ. പിന്നെ ഒരു ദക്ഷണ വന്നിരിക്കുന്നത്. ഈ ദക്ഷന്റെ മക്കള് ഒക്കെ കൂടെ ഇവിടെ വന്ന എന്ത് മുടിക്കുവോ എന്ന് പേടിച്ച് നേരെ നാരദൻ അവരുടെ അടുത്ത് പോയി. എന്നിട്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്തു. എന്താ? കിം അസത്കൃതം ഭവേത്, ഈ അസത്തായ ലോകത്ത് ജീവിച്ചിട്ട് എന്താ കാര്യം, ഈ അസത്തായ ലോകത്ത് ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അടുക്കി. കുറെ പറഞ്ഞപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരേ കാര്യം നുണയാണെങ്കിൽ പോലും 10 പ്രാവശ്യം പറഞ്ഞാല് നമ്മളത് വിശ്വസിക്കും, അല്ലെ? അതാണ് മനുഷ്യ മനസ്സ്. മോൾഡി കുറെ പറഞ്ഞപ്പോഴേ അവർക്ക് തോന്നി നാരദൻ പറയണതല്ലേ ശരി. അതുകൊണ്ട് അവരൊക്കെ തപസ്സിന് പോവാണ്. അപ്പൊ എന്ത് ചെയ്തു? സങ്കടപ്പെട്ടതായ ദക്ഷനൊരു ശാപം കൊടുത്തു. നാരദൻ ഒരിടത്തും കാലുറക്കാതെ പോകട്ടെ, സഞ്ചരിച്ചോണ്ടേയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശപിച്ചു. അതിനെയും അനുഗ്രഹമേവമേനെ, അതും അനുഗ്രഹമായിട്ട് എടുത്തു ആര്? നാരദൻ. അത് കഴിഞ്ഞപ്പോ ശബളാശ്വന്മാർ എന്നുപേരായ ഒരു സെറ്റിനെ ജനിപ്പിച്ചു. അവരെയും ഇതേവരെ നിങ്ങളുടെ ചേട്ടന്മാര് ജത വഴിയെ പോകൂ, നിങ്ങളുടെ ചേട്ടന്മാര് നല്ല വഴിക്ക് പോയില്ലേ, നിങ്ങളും അങ്ങനെ പോകൂ എന്ന് പറഞ്ഞു. അവരും പോയി. ഇതൊക്കെ കണ്ടപ്പോ പറഞ്ഞു ഇനി പുത്രസന്തതിയെ വേണ്ടാന്ന് തീരുമാനിച്ചു. ഷഷ്ടിം അജനത് എന്നാണ്. 60 പെൺകുട്ടികളെയാണ് പിന്നെ ഉണ്ടായത് എന്നാണ് കഥ. ഇതിലെ ഒരു ശ്ലോകം കൊണ്ട് ആ 2 സെറ്റുകാരെയും പറഞ്ഞു. നോക്കിയോളട്ടോ. തസ്യാത്മജാസ്ത്വയിദമീശ പുനഃസഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാപുഃ നൈഗത്ര വാസമൃഷയേ സമുമോച ശാപം ഭക്തോത്തമസ്ത്രിശിരനുഗ്രഹമേവ മേനേ. ഞാൻ പറഞ്ഞതൊക്കെ കൂടെ ഒരൊറ്റ ശ്ലോകത്തിലാ പറഞ്ഞു. എന്താ പറഞ്ഞത്? തസ്യ ആത്മജാഹ, ആ ദക്ഷന് അസിഗ്നിയിലുണ്ടായ പുത്രം, 1ഉം 2ഉമല്ല, ആയുധം 10,000 പുത്രന്മാര്. എന്നിട്ട് എന്ത് ചെയ്തു? ഈശ, അല്ലയോ ഗുരുവായൂരപ്പ, പുനഃ സഹസ്രം, പിന്നെയും 1000 ഉണ്ടായി. ആദ്യം ഒരു 10,000, പിന്നെ 1000, അല്ലെ? പിന്നെയും 1000 പേരുണ്ടായി. അവരൊക്കെ എന്ത് ചെയ്തു? ശ്രീനാരദസ്യ വചസാ,
ശ്രീനാരദന്റെ വാക്കുകളെ കേട്ടിട്ട് തവമാർഗമാബുഹു, ഭഗവാന്റെ മാർഗം അന്വേഷിച്ചു പോയി. ആരും സൃഷ്ടിക്കും നിന്നില്ല, ഒന്നുമില്ല, മുക്തിമാർഗം അന്വേഷിച്ചു പോയി. തവ മാർഗം ആബുഹു, പോയി മാത്രല്ല ഭഗവാനെ പ്രാപിച്ചു. അപ്പൊ ദേഷ്യം വന്നു ദക്ഷന്. ന ഏകത്രവാസം, ഒരിടത്ത് നിനക്ക് ഉറച്ചിരിക്കാൻ പറ്റാതായി തീരട്ടെ എന്ന് സഹ ഋഷയെ മുമോച ശാപം. ഋഷയെ ശാപം മുമോച, ഋഷിക്കായിട്ടൊരു ശാപം ഇട്ടു. ഈ മഹർഷി ഒരിടത്തും കാലുറയ്ക്കാതെ പോട്ടെ, ചക്രട്ട കാലം മാതിരി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു ശാപം കൊടുത്തു. അത് കേട്ടതായ നാരദൻ ഭക്തോത്തമ, ഭക്തോത്തമനാണ് നാരദൻ. അങ്ങനെയുള്ള ഋഷി ഭക്തോത്തമസ്തു ഋഷി, ഭക്തോത്തമഹാതു ഋഷി, ഭക്തോത്തമനായ ആ ഋഷിയാകട്ടെ അനുഗ്രഹമേവമേനെ, അതും എനിക്കൊരനുഗ്രഹം എന്ന് കരുതി എല്ലായിടത്തേക്കും പോകാം എന്ന്. ഭക്തോത്തമഹാ ഋഷി തു അനുഗ്രഹം ഏവമേനെ, ഭക്തോത്തമനായ ഋഷി അത് തനിക്ക് അനുഗ്രഹമാണെന്ന് വിചാരിച്ചു. കാരണം എവിടെയെങ്കിലും സ്ഥിരമായി താമസിക്കുന്നതാണ് സംസാര ബന്ധത്തിന് കാരണം അല്ലെ. നമ്മള് ഒരു സീറ്റിൽ പോയിരുന്നാൽ, ചുരുക്കം ഭാഗവത പാരായണത്തിനടക്കം ഒരു സീറ്റിൽ വന്നിരുന്നാൽ അടുത്ത ദിവസം ആ സീറ്റിൽ തന്നെ പോയിരിക്കും. അത് വേറെ വല്ല ഇരുന്ന എനിക്ക് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും അല്ലേ. അതിന്റെ കാരണം വെച്ചാൽ ആ സ്ഥലത്തിനോടുള്ള അറ്റാച്ച്മെന്റ് വന്നു പോകും. അപ്പൊ മഹർഷി വിചാരിച്ച് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് നിന്നാലല്ലേ പ്രശ്നമുള്ളൂ, ഉലകം ചുറ്റും വാലിബനായിട്ട് നടക്കാന്ന് തീരുമാനിച്ചു. അതാണ് നാരദൻ ഋഷി എന്ത് ചെയ്തത്, അനുഗ്രഹമേവമേനി, അനുഗ്രഹമായിട്ട് കരുതി. അത് ഭക്തനായതുകൊണ്ട് അങ്ങനെ തോന്നിയത്, അല്ലാത്തവരാണെങ്കിൽ വഴക്കിന് വരും അല്ലെ. ഭക്തോത്തമനായതുകൊണ്ട് എവിടെ ഇരുന്നാ എന്താ എന്ന് വിചാരിച്ചു. ഈശ തസ്യ ആത്മജാഹാതു, കണ്ടോ, തസ്യാത്മജാസ്തു, തസ്യ ആത്മജാഹാതു. അവരെത്രയാണ്, ആയുധം 10,000, പുനഃ സഹസ്രം, ഈശ എന്ന് മാത്രം മുമ്പിട്ടെടുത്തു. തസ്യ ആത്മജാഹാതു ആയുധം പുനഃ സഹസ്രം. എന്ത് ചെയ്തു, ശ്രീനാരദസ്യ വചസ തവ മാർഗം അബഹു, ശ്രീനാരദൻ പറഞ്ഞത് കേട്ട് അങ്ങയുടെ വഴി തേടിപ്പോയി. അപ്പൊ എന്ത് ചെയ്തു, സഹ ഇവൻ ഋഷയെ, ഋഷിക്കായിക്കൊണ്ട് നൈകത്രവാസം ശാപം മുമോച, ഒരിടത്ത് നീ ഉറച്ചിരിക്കാതിരിക്കട്ടെ എന്നൊരു ശാപത്തിനെ നൽകി. ഭക്തോത്തമ ഋഷിഹീതു, ഭക്തോത്തമനായ ഋഷിയാകട്ടെ തത് അനുഗ്രഹം മേനെ, അത് അനുഗ്രഹമായി കരുതി. 4 വരിയിൽ 4 എണ്ണം അല്ലെ. ആദ്യത്തേല് നോക്കൂ, ഹേ ഈശ തസ്യ ആത്മജാഹാതു ആയുധം പുനഃ സഹസ്രം. രണ്ടാമത്തെ അങ്ങനെ തന്നെ, ശ്രീനാരദസ്യ വചസ തവ മാർഗമാബു. മൂന്നാമത്തെ വരിയിൽ പറയാണ് സഹ ഋഷയെ നൈകത്രവാസം ശാപം മുമോച. അത് മാത്രം അങ്ങോട്ട് ഇങ്ങോട്ട് ട്വിസ്റ്റായി. സഹ അദ്ദേഹം ഋഷയെ, ഋഷിക്കായിക്കൊണ്ട് നൈകത്രവാസം, ഒരിടത്തും നിനക്ക് വാസമില്ലാതായി തീരത്തെ എന്ന് ശാപം മുമോച, ശാപത്തിനെ മോചിപ്പിച്ചു, ശാപം കൊടുത്തു. ഭക്തോത്തമഹാതു ഋഷി, ഭക്തോത്തമനായ ഋഷി ആകട്ടെ തത് അനുഗ്രഹം മേനെ, അതങ്ങനെ തന്നെ അതിനെ അനുഗ്രഹമായി കരുതി. തസ്യാത്മജാഹാതു അയുതം ഈശ പുനഃ സഹസ്രം ശ്രീനാരദസ്യ വചസ തവ മാർഗം ആബുഹു ന ഏകത്ര വാസം ഋഷയെ സഹ മുമോച. ശാപം മുമോച ശാപം. ഭക്തോത്തമഹാതു ഋഷി അനുഗ്രഹം ഏവ മേനെ. തസ്യാത്മജാസ്തു ഐതമീശ പുനഃ സഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാബുഹു നൈകത്ര വാസം ഋഷയെ സമുമോച ശാപം ഭക്തോത്തമസ്തൃഷിരനുഗ്രഹമീവ മേനെ. ഇനി അടുത്തത് പറയണം. അപ്പൊ എന്ത് ചെയ്തു, ഇനി പുത്രന്മാര് വേണ്ട. ഈ പുത്രന്മാരെ മുഴുവൻ ഇങ്ങനെ മാർഗം തെറ്റിച്ചില്ലേ, ഇനി എനിക്ക് പുത്രിമാര് മതി എന്ന് തീരുമാനിച്ചു. പുത്രിമാര് മതി എന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തിന് പിന്നെ ഉണ്ടായത് പെൺകുട്ടികളാണ്. അവരെത്ര പേരെന്ന് പറയാം, ഷഷ്ട്യാ തതോ ദുഹിതൃഭിഹി സൃജത കുലൗഘാൻ ദൗഹിത്രസൂനുരതസ്യ സവിശ്വരൂപഃ ത്വസ്തോത്രവർമ്മിതമജാപയദിന്ദ്രമാജൗ ദേവത്വദീയ മഹിമാ ഖലു സർവചൈത്രഃ. ഒരൊറ്റടിക്ക് കൊണ്ടുവന്നു. നമ്മുടെ ഭാഗവതത്തില് ആ ഷഷ്ടി
60 പെൺകുട്ടികളെ ആർക്കൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു, അവരുടെയൊക്കെ വംശത്തിന് വിടവിടവിടായിട്ട് വർണ്ണിച്ചിട്ട് അവസാനം പറഞ്ഞു രോചനാപുത്രിയും, രോചനയുടെ മകളായിട്ടുള്ളവളെ തൊഷ്ടാവ് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോഴാണ് അത് ആരാന്ന് ചോദിച്ച വിശ്വരൂപം എന്ന. വിശ്വരൂപൻ എന്നൊരു പുത്രൻ ഉണ്ടായി. ആ വിശ്വരൂപൻ എന്ന പുത്രൻ ദേവന്മാർക്ക് ഗുരുവായി എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയപ്പോ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് ബാക്കിയൊക്കെ പറഞ്ഞത്. ഇത് ഒരൊറ്റടിക്ക് എല്ലാം കൂടെ പറഞ്ഞു നോക്കൂ. ഷഷ്ട്യ, ഷഷ്ടി എഴുതിയിരിക്കുന്ന അക്ഷരം കണ്ടോളൂ കേട്ടോ. ഷഷ്ട്യ കേട്ടോ, ആദ്യത്തെ ട അതാണ് 60 ട്ടാ. ഷഷ്ട്യ 60 ദുഹിതൃഭിഹി, തൃതീയാണ്. ഷഷ്ടി എന്ന ഏകവചനമാണെങ്കിലും അർത്ഥം ബഹുവചനത്തിലാണ്, അതുകൊണ്ട് ഷഷ്ട്യ എന്ന് പറഞ്ഞു. എന്നിട്ട് ഷഷ്ട്യ എന്ന് വെച്ച് ദുഹിത്ര പറഞ്ഞാ പോരാ, ഷഷ്ട്യ ദുഹിത്ര എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ദുഹിതൃഭിഹി എന്ന് ബഹുവചനം എടുത്തു. സംസ്കൃതംകാരൻ ശ്രദ്ധിക്കുക. ഷഷ്ട്യ ദുഹിതൃഭിഹി, 60 പെൺകുട്ടികളെ കൊണ്ട് കുലൗഹാൻ സൃജതഃ തസ്യ, കുലക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചതായ അദ്ദേഹത്തിന്, അതായത് അദ്ദേഹത്തിന്റെ പെൺമക്കൾ വഴിയായി വലിയൊരു വംശം സൃഷ്ടിച്ച അദ്ദേഹം ആര്? ദക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്തു? ദൗഹിത്രസൂനുഹു, അദ്ദേഹത്തിന് ഒരു മകളിൽ ഒരു മകനുണ്ടായി. ദൗഹിത്രനാണ്, ദൗഹിത്രനാണ്. ദുഹിത മകള്, ദൗഹിത്രന്റെ പുത്രന്റെ പുത്രൻ, ദൗഹിത്രന്റെ പുത്രന്റെ പുത്രൻ, മകളുടെ പുത്രനാണ് തൊഷ്ടാവ്. അപ്പൊ ദൗഹിത്രനായില്ലേ? ദൗഹിത്രന്റെ പുത്രനാണ് വിശ്വരൂപൻ. മനസ്സിലായോ? ദുഹിത മകള്, ദുഹിതയുടെ മകൻ ദൗഹിത്രൻ. അപ്പോ ഈ ദക്ഷന് 60 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയുടെ മകനായിരുന്നു തൊഷ്ടാവ്. അപ്പൊ ദൗഹിത്രനായില്ലേ? ആ തൊഷ്ടാവിന്റെ മകനായിരുന്നു വിശ്വരൂപൻ. അതുകൊണ്ട് ദൗഹിത്രസൂനുഹു, ദൗഹിത്രന്റെ മകൻ എന്ന് പറഞ്ഞു. പേരക്കുട്ടിയുടെയും മകൻ, മകളുടെ വയറിൽ ജനിച്ച പുത്രന്റെ പുത്രൻ. ദൗഹിത്രസൂനുഹു, അവൻ ആരാ? സവിശ്വരൂപ, അവന്റെ പേര് വിശ്വരൂപൻ എന്നായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? തത്സ്തോത്രവർമ്മിതം അജാപയത് ഇന്ദ്രം ആജൗ, ഇന്ദ്രനെ, ഇന്ദ്രം, ഇന്ദ്രനെ ആജൗ, ആജി എന്ന് പറഞ്ഞ യുദ്ധം, ആജൗ യുദ്ധത്തിൽ, ഇന്ദ്രനെ യുദ്ധത്തിൽ എങ്ങനെ ജയിച്ചു? തത് സ്തോത്രവർമ്മിതം, അങ്ങയുടെ സ്തോത്രത്താൽ കവചം ചെയ്തിട്ട്. ഏതാ? നാരായണ കവചം എന്ന മന്ത്രം കൊണ്ട് നടത്തം. വർമ്മ കവചം. എന്ത് സ്തോത്രം, എന്ത് വർമ്മയാണ്? സ്തോത്രവർമ്മ. അങ്ങയുടെ നാരായണം എന്നുള്ള സ്തുതിയാകുന്ന കവചം കൊണ്ട് അജാപയത് ജയിപ്പിച്ചു. ഇന്ദ്രനെ ജയിപ്പിച്ചു. വൃത്രാസുരനുമല്ല, യുദ്ധത്തില് ഇന്ദ്രനെ ജയിപ്പിച്ചു. എങ്ങനെ ജയിപ്പിച്ചു? ഇന്ദ്രൻ അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിച്ചു. എങ്ങനെ ജയിച്ചത്? ഈ വിശ്വരൂപൻ പഠിപ്പിച്ചു കൊടുത്ത നാരായണ കവചം എന്ന മന്ത്രത്തിനാലാണ് ഇന്ദ്രൻ ജയിച്ചത്. അപ്പൊ ഇവിടെ പറയാണ്, ആ ദൗഹിത്രസൂനുവായ വിശ്വരൂപൻ ആജൗ യുദ്ധത്തിൽ ഇന്ദ്രം, ഇന്ദ്രനെ ത്വത്സ്തോത്രവർണ്ണിതം, അങ്ങയുടെ സ്തോത്രമാകുന്ന കവചത്താൽ അജാപയത് ജയിപ്പിച്ചു. നാരായണ കവച മന്ത്രം കൊണ്ട് ഇന്ദ്രന് അസുരന്മാരെ ജയിക്കാൻ സാധിച്ചു. അപ്പൊ എന്താണ്? അപ്പൊ അത്രയും പറഞ്ഞിട്ട് പറഞ്ഞു, ദേവ ത്വദീയ മഹിമാ ഖലു സർവജൈത്ര, ഹേ ഭഗവാനെ, അങ്ങയുടെ പേരിലുള്ള ഒരു കവചമേ തന്നെ അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ദ്രനെ ജയിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അങ്ങയുടെ മാഹാത്മ്യം സർവജൈത്ര ഖലു, എല്ലാവരെയും ജയിക്കുന്നതല്ലേ എന്ന്. അങ്ങയുടെ മാഹാത്മ്യം എല്ലാവരെയും ജയിക്കുന്നതല്ലേ? അങ്ങയുടെ പേരുള്ള ഒരു കവചമന്ത്രത്തിനാൽ ഇന്ദ്രൻ അസുരന്മാരെ മുഴുവൻ ജയിച്ചു. അത് വിശ്വരൂപനാണ് ഉപദേശിച്ചു കൊടുത്തത്. ആ വിശ്വരൂപനാണെങ്കിൽ ദക്ഷന്റെ ദൗഹിത്രന്റെ മകനുമാണ്. ഇതാണ് പറഞ്ഞത്. അതായല്ലേ ദക്ഷന് പിന്നെ 60 മക്കളുണ്ടായി. അങ്ങനെ അവരെ കൊണ്ട് കുലൗഖാൻ, ഈ വംശക്കൂട്ടങ്ങൾ അങ്ങടെ വ്യാപിച്ചു, എല്ലായിടത്തും എത്തി.
അങ്ങനെ പല വംശങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. അതിൽ അതിഥിയില് 12 മക്കള് ആദിത്യന്മാരായിരുന്നു. അതിലെ 4ാമത്തെ ആദിത്യനാണ് ത്വഷ്ടാവ്. നമ്മൾ അതുകൊണ്ട് ആദിത്യന്റെ പര്യായത്തിൽ ത്വഷ്ടാന്ന് കൂടി ചേർക്കും. ദ്വാദശാദിത്യന്മാർ എന്നാണ് കണക്ക്. ഏകാദശ രുദ്രന്മാർ, ദ്വാദശാദിത്യന്മാർ എന്നൊക്കെയാണ്. അതിലെ 12 ആദിത്യന്മാരിൽ 4ാമത്തെ ആദിത്യനാണ് ത്വഷ്ട. അത് അതിഥി എന്നുള്ളവൾ കശ്യപ പ്രജാപതിക്ക് ഉണ്ടായവൻ. ആ ത്വഷ്ടാവാണ് ദൗഹിത്രൻ, മകളുടെ മകൻ. ആ ത്വഷ്ടാവ് എന്ത് ചെയ്തു? ഒരിക്കൽ ബൃഹസ്പതിയാണ് ദേവഗുരു. കഥ നമുക്ക് ഇതിൽ പറയാത്തത് കൊണ്ട് പറയാം. ബൃഹസ്പതിയാണ് ദേവഗുരു. ദേവഗുരുവായ ബൃഹസ്പതി, ഗുരുവിന്റെ അനുഗ്രഹം, ഗുരുത്വം ഇല്ലെങ്കിൽ പ്രശ്ന അല്ലേ? പറയാറുണ്ട് സാധാരണ, ദേവേരുഷ്ടോ ഗുരു ത്രാദാനം. ദേഷ്യപ്പെട്ടാല് ഗുരുവിനെ ത്രാണം ചെയ്യാൻ പറ്റും, നമ്മളെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ ഗുരുവുഷ്ടേ ന ശങ്കരഹ എന്നാണ്. ഗുരുവാണ് കോപിച്ചത് എങ്കിൽ പരമശിവൻ വിചാരിച്ച പോലും രക്ഷയില്ല, ഗുരുത്വമില്ലാതായി പോകും. ആ ഗുരുത്വമില്ലാതാകാനുള്ള വഴി ഉണ്ടാക്കിയ ഇന്ദ്രൻ. ഒരിക്കൽ ബൃഹസ്പതി ഇന്ദ്ര സദസ്സിലേക്ക് കയറി വന്നു. ഇന്ദ്രൻ അപ്സരസുകളുടെ നൃത്തം കണ്ട് മതിച്ചിരിക്കുകയായിരുന്നു. വന്ന ആളെ മൈൻഡ് ചെയ്തില്ല. കുറച്ചു നേരം നിന്നു ബൃഹസ്പതി. തന്റെ ഭാഗത്തേക്ക് നോക്കണേയില്ല ഇന്ദ്രൻ കണ്ടപ്പോ ഒന്നും പറഞ്ഞില്ല, മഹാനല്ലേ, ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരാൾ വന്നൂല്ലോ, ഇപ്പൊ കാണാനില്ലല്ലോ എന്നായി ആർക്ക്? ഇന്ദ്രന്. നോക്കിയപ്പോ ഗുരു അവിടെ ഇല്ല. അന്വേഷിച്ചു പോയപ്പോഴേക്കും ഗുരു മറഞ്ഞു, കണ്ടില്ല, വ്യാഴം മറഞ്ഞു. അപ്പൊ എന്തായി? ഗുരു ഇല്ലാണ്ടായ പ്രശ്നമായല്ലോ, എന്ത് ചെയ്യാന്നായി. അപ്പൊ എല്ലാവരും കൂടെ വിശ്വരൂപിനെ ഗുരുവായി സ്വീകരിച്ചു. ഏത് വിശ്വരൂപൻ? അതിഥിക്ക് ഉണ്ടായ പുത്രനായ ത്വഷ്ടാവ്. ആ ത്വഷ്ടാവിന്റെ പുത്രനാണ് ആര്? വിശ്വരൂപൻ. വിശ്വരൂപന് എന്താ ഒരു പ്രത്യേകത വെച്ചാൽ, വിശ്വരൂപൻ വാസ്തവത്തില് അമ്മാത്ത് അസുരവംശമാണ്. അച്ഛന്റെ വംശം ദേവവംശമാണെങ്കിലും അമ്മയുടെ വംശം അസുരവംശമാണ്. അപ്പൊ അമ്മ അസുരവംശത്തിലുള്ളവൾ രോചന. ഇവിടെ എന്തായി? കല്യാണം. ഇവര് ഈ അസുരന്മാരും ദേവന്മാരും ഒക്കെ കശ്യപ പ്രജാപതിയുടെ മക്കളാട്ടോ. സ്വഭാവം കൊണ്ട് നമ്മൾ അസുരന്മാരെ ഉള്ള ദേവന്മാരെന്നൊക്കെ പറയണേന്നുള്ളൂ. അപ്പോഴാണ് ഈ ത്വഷ്ടാവിന്റെ പുത്രനായിട്ട് വന്ന വിശ്വരൂപൻ. പറഞ്ഞു, വിശ്വരൂപൻ അതിപണ്ഡിതനാണ്, അത് നല്ല ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പുത്രനാണ്. അവനെ നിങ്ങൾ എന്താക്കണം? ഗുരുവായി സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോ ഇവരൊക്കെ കൂടെ പോയി വിശ്വരൂപന്റെ അടുത്ത് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് ഗുരു ഇല്ല, അങ്ങ് ഗുരുവാവോ. ആദ്യം പറഞ്ഞു പൗരോഹിത്യം മോശമാണ്, ഞാൻ ചേരില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം പറഞ്ഞു, യാചിച്ചിട്ട് ചെയ്യാതിരിക്കില്ല, ഞാൻ എന്ത് ചെയ്താലും എന്റെ നേരെ വിരൽ ചൂണ്ടരുത്, ഇതാണ് നിബന്ധന. ഞാൻ എന്ത് ചെയ്താലും സഹിക്കണം. തയ്യാറാണോ? തയ്യാറാണേ. അവർക്കൊരു ഗുരു കിട്ടിയാൽ മതിയല്ലോ. തയ്യാറാണെന്ന് പറഞ്ഞു. സ്ഥാനത്തേക്ക് കയറി വന്നു ആര്? വിശ്വരൂപൻ. അതാണ് ഇവിടെ പറഞ്ഞത്. ആ വിശ്വരൂപനാണ് എന്ത് പറഞ്ഞു കൊടുത്തത്? ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിക്കാനായി നാരായണ കവചം എന്ന മന്ത്രം ഉപദേശിച്ചത്. ആ മന്ത്രത്താൽ ഇന്ദ്രൻ അസുരന്മാരെ ജയിച്ചു. അങ്ങയുടെ മാഹാത്മ്യം എല്ലാവരെയും ജയിക്കുന്നതാണല്ലോ എന്ന് ഗുരുവായൂരപ്പനോട് പറയുകയാണ് നാരായണഭട്ടതിരി. അപ്പൊ അന്വയം എങ്ങനെ വന്നു നോക്കൂ. ഇതൊന്നും ഇതിൽ പറഞ്ഞില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ടായിട്ട് പറഞ്ഞു. ഇതൊക്കെ നാം വിസ്തരിച്ച് ഭാഗവതം എടുക്കുമ്പോ പറഞ്ഞുതരും. തദഹ ഷഷ്ട്യാ ദുഹിതൃഭിഹി കുലൗഗാൻ സൃജതഃ തസ്യ ദൗഹിത്രസൂനുഹു അധ വിശ്വരൂപഃ അധ ഇന്ദ്രം ആജൗ ത്വസ്തോത്രവർമിതം അജാപയത് ദേവ ത്വദീയ മഹിമാ സർവചൈത്രഃ ഖലു. ഒന്ന് ഷഷ്ട്യാ തദോ ദുഹിതൃഭേ സൃജത കുലൗഘാൻ ദൗഹിത്രസൂനുരതസ്യ സവിശ്വരൂപഃ സ്തോത്രവർമിതമജാപയദിന്ദ്രമാജൗ ദേവത്വദീയ മഹിമാ ഖലു സർവചൈത്രഃ. അതെ, അത്രയും കഴിഞ്ഞു. അത്രയും കഴിഞ്ഞപ്പോഴാണ് ഈ ഇന്ദ്രൻ എന്ത് ചെയ്തു വെച്ചാ, സഹോദരനാണ് ശരിക്ക് അല്ലേ. ഇന്ദ്രനാരാ? അതിഥിയുടെ പുത്രനാ. അതിഥിയുടെ പുത്രനല്ലേ? അതിഥിയുടെ പുത്രൻ തന്നെയാണ് ത്വഷ്ടാവ്. ത്വഷ്ടാവിന്റെ പുത്രനാണ് വിശ്വരൂപൻ. ഈ വിശ്വരൂപൻ കാരണമാണ് നാരായണ കവചം മന്ത്രം കിട്ടിയത്. ആ മന്ത്രകവചം കൊണ്ടാണ് ശത്രുക്കളെ ജയിച്ചത്. അപ്പൊ ഗുരുവുമാണ് ഇല്ലേ. പക്ഷേ ഒരു ദിവസം യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ വിശ്വരൂപൻ എന്ത് ചെയ്തു വെച്ചാല് വഷക്കാര മന്ത്രം ഉപയോഗിച്ച് തന്റെ
ദേവഗണങ്ങൾക്കൊക്കെ യാഗം കൊടുക്കുന്നതിനോടൊപ്പം രഹസ്യമായി മന്ത്രം ജപിച്ച് അമ്മാത്തുള്ളവർക്കും കൊടുത്തു, അമ്മയുടെ കുടുംബക്കാർക്കും കൊടുത്തു. ഇത് കൊടുത്തത് അറിഞ്ഞു ഇന്ദ്രൻ. ഇന്ദ്രൻ ഇതന്നെയല്ലേ നോട്ടം, ആരെന്ത് ചെയ്യണു. അതായത് ദോഷൈകതൃക് എന്നൊരു വാക്കുണ്ട്, ആരാ കുറ്റം ചെയ്യണത് എന്ന് കാത്തിരിക്കുക, ദോഷം മാത്രം കണ്ടുപിടിക്കാൻ നടക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെയുള്ളവരെ സ്വതവേ ദോഷൈകതൃക് എന്നാണ് പറയാ. ഈ ദോഷൈകതൃക് ഇത് കണ്ടുപിടിച്ചപ്പോ എന്താ, തന്നെ ഉപദേശം ചെയ്തവനാണ്, തന്റെ സഹോദര സ്ഥാനത്തിലുള്ളവനാണ്, സഹോദരപുത്രനാണ്. ഇതൊന്നും ചിന്തയുണ്ടായില്ല ഇന്ദ്രന്. ഇന്ദ്രൻ തന്റെ കൈകൊണ്ട് വാളെടുത്തു, വെട്ടി 3 തലയും വെട്ടിക്കൊടുത്തു. 3 തലയുണ്ടായിരുന്നു അത്രേ. അന്നാദം സോമപീതം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് 3 തലയുണ്ടായിരുന്നു എല്ലാം കഥയാണല്ലോ. ഏതായാലും വിശ്വരൂപനെ വെട്ടി. വിശ്വരൂപനെ വെട്ടിയപ്പോ ബ്രഹ്മഹത്യാപാപം പിന്നിൽ വന്നു. ബ്രഹ്മഹത്യാപാപം പിന്തുടർന്നുകൊണ്ടിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ലാതെ അദ്ദേഹം കുറച്ചു കാലം ഒളിച്ചിരുന്നു എന്നൊക്കെ കഥയുണ്ട്. ഏതായാലും ഇതറിഞ്ഞ ത്വഷ്ടാവിന് വന്നില്ലേ ദേഷ്യം. തന്റെ മകനെ കൊന്നവനല്ലേ, അവനെ കൊല്ലാൻ ഒരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് യാഗം ചെയ്തു. യാഗം ചെയ്ത് ആരായാലും തോന്നൂല്ലോ, യാഗം ചെയ്യുമ്പോ യാഗത്തിൽ നിന്ന് വരുന്നു. അപ്പൊ മന്ത്രം മാത്രം, മന്ത്രം എന്നുള്ളതിന് സ്വരത്തിനോട് ചേർന്നതാണ് മന്ത്രം. ആ സ്വരങ്ങൾക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയാൽ മന്ത്രം ഗുണം പോയി ദോഷമാകും. ഈ ത്വഷ്ടാവ് ഇന്ദ്രശത്രോ വിവർദ്ധസ്വ എന്നാണ് ആ പറഞ്ഞതിൽ സ്വരം പഴിച്ചു. പഴിച്ചപ്പോ എന്ത് ചെയ്തു, ഇന്ദ്രനെ കൊല്ലാനുള്ള ഇന്ദ്രശത്രു ജനിക്കട്ടെ എന്നാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോ എന്തായി, ഇന്ദ്രൻ ശത്രുവായൊരു പുത്രൻ ഉണ്ടാകട്ടെ എന്നായി. ഇന്ദ്രൻ പരമശത്രുവായിട്ടൊരു പുത്രൻ ഉണ്ടാകാം. ഏതായാലും കുറച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു വലിയ രൂപം പുറപ്പെട്ടു. അതെങ്ങനെ, വിശ്വക് എന്നാണ്, 4 ഭാഗത്തും വ്യാപിച്ച ആകാശം വരെ മുട്ടി നിൽക്കുന്ന വലിയ രൂപം. അതുകൊണ്ട് തന്നെ വൃത്രൻ എന്ന് പേരിട്ടു. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് വൃത്രൻ എന്ന് പേരിട്ടു. ആ വൃത്രാസുരനാണ് പിന്നെ യുദ്ധത്തിന് വന്നത്. യുദ്ധത്തിന് വന്നപ്പോ നാരായണ കവചമന്ത്രം ഉണ്ട്. ഏളാരാ വിശ്വരൂപം പഠിപ്പിച്ചതാണല്ലോ. ആ നാരായണ കവചമന്ത്രം കയ്യിലുണ്ടായിട്ട് എന്ത് ചെയ്തു, വജ്രായുധം കിട്ടാനായിട്ട് ഇവരൊക്കെ കൂടെ ദദീജി മഹർഷിയുടെ പോയിട്ട് അദ്ദേഹത്തിന്റെ ആ നട്ടെല്ലും കൊണ്ട് ഒരു ആയുധവും ഉണ്ടാക്കി. ഇതും കയ്യിലുണ്ട്. ഇവർ കയ്യിലുണ്ടായിട്ട് 2 യുദ്ധം ചെയ്തു. യുദ്ധത്തില് വൃത്രാസുരൻ എന്ത് ചെയ്തു, വൃത്രാസുരൻ എന്തുകൊണ്ടാണ് നല്ലത് പറഞ്ഞത് എന്നുള്ള കഥയാണ് ഇനി വരാൻ പോണത്. അയാൾ ഈശ്വരനെ പുകഴ്ത്തി കുറെയൊക്കെ പറഞ്ഞു, എനിക്ക് ഈശ്വരനെ കണ്ടാ മതി എന്നൊക്കെ പറഞ്ഞു. അവസാനം വൃത്രാസുരനെ കൊന്നു. ആര്? ഈ ഇന്ദ്രൻ. അങ്ങനെ വൃത്രാസുര വധം കഴിഞ്ഞു. വൃത്രാസുരം വിജയവ്യാധകളൊക്കെ പറഞ്ഞു, ഭഗവാനെ കുറിച്ച് സ്തുതിച്ചു എന്ന് പറഞ്ഞപ്പോ ഭാഗവതത്തിൽ പരീക്ഷിച്ച് ചോദിക്കുകയാണ്, എന്താ അങ്ങനെ വൃത്രാസുരന് ചെയ്യാൻ കാരണമെന്ന്. അപ്പൊ വൃത്രാസുരന്റെ പൂർവകഥ പറയുന്നതായിട്ടാണ് രംഗം. ഇവിടെ വൃത്രാസുരന്റെ പൂർവകഥ പറയാണ് അടുത്തതിൽ. നോക്കിക്കൊള്ളട്ടോ. പൂർവകഥയാണ് പറയുന്നത്. വൃത്രാസുരനായിട്ടുള്ളത് പിന്നെ പറയണുള്ളൂ. നമുക്ക് മറ്റേത് കഥ പറഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് കാണിക്കലാണ് ഇതില് ഭാഗവതത്തില്. ഇവിടെ എങ്ങനെ പറയണം നോക്കൂ. എങ്ങനെ, പ്രാക് ശൂരസേന വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീ നൃപതിരംഗിരസ പ്രഭാവാത് ലബ്ധ്വൈകപുത്രമദത്ര സപത്നീ സംഘൈരമുഖ്യദവശസ്തവമായയാസൗ. നോക്കിക്കോളാം. പ്രാക്ക്, പ്രാക്ക് എന്ന് വെച്ചാൽ കിഴക്ക് എന്നൊരർത്ഥമുണ്ട്, പണ്ട് എന്നൊരർത്ഥമുണ്ട്. കിഴക്ക് എന്നൊരർത്ഥം ഉണ്ട് കേട്ടോ. പ്രാക്ക്, ഉദക്ക്, അവാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മള് തെക്ക് വടക്ക് എന്ന് പറയുമ്പോ പ്രാക്ക് എന്ന് പറയും. പ്രത്യക്ക് പടിഞ്ഞാറ്, ഉദക്ക് വടക്ക്, അല്ലെ, അവാക്ക് തെക്ക്. അങ്ങനെയാണ് പ്രാചി അവാചി എന്ന് പറയണ പോലെ. എന്നാൽ ഇവിടത്തെ അർത്ഥം പ്രാക്ക് എന്ന് വെച്ചാൽ പണ്ട്. പ്രാക്ക് പണ്ട്. ശൂരസേന വിഷയേ, വിഷയം എന്ന് പറഞ്ഞാൽ വിഷയമല്ല, രാജ്യം. ശൂരസേന വിഷയേ, ശൂരസേന രാജ്യത്ത്. വിഷയം എന്നുള്ള വാക്കിന് നാനാർത്ഥമാണ്. ഒരർത്ഥം നമ്മൾ പറയുന്ന വിഷയം തന്നെ, മറ്റൊരർത്ഥം രാജ്യം. അപ്പൊ ശൂരസേനം എന്ന രാജ്യത്ത് ചിത്രകേതു, ചിത്രകേതു എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പത്നിമാരുണ്ടായിരുന്നു, അനേകം പത്നിമാരുണ്ടായിരുന്നു എന്നാണ്. പക്ഷെ പുത്രൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുത്രാഗ്രഹി, പുത്രൻ ഉണ്ടാവണമെന്ന് കൊതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അങ്ങ് അവിടെ വീട്ടിലേക്ക് അങ്കിരസ് മഹർഷി വന്നു ചേർന്നു. അപ്പൊ അങ്കിരസ് മഹർഷി പറഞ്ഞു, എന്താ മുഖത്തൊരു വാട്ടം, പുത്രനില്ല എന്നുള്ള സങ്കടമൊക്കെ പറഞ്ഞപ്പോ
അദ്ദേഹം പറഞ്ഞു അങ്ങയുടെ പത്നിമാരിൽ പട്ടമഹിഷിക്ക് ഒരു പുത്രൻ ഉണ്ടാകും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കുമ്പോ തന്നെ പറഞ്ഞു ശോകതോ മോദദോജ, നിങ്ങൾക്ക് സന്തോഷവും തരും സങ്കടവും തരും കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പുത്രനെ കൊടുത്തത്. ഇവിടെ പറയണ പ്രാക് ശൂരസേന വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീ, പുത്രനെ ആഗ്രഹിച്ചു. നൃപതിഹി, അങ്ങനെയുള്ള രാജാവ് അങ്കിരസ പ്രഭാവാത്, അങ്കിരസിന്റെ അനുഗ്രഹം കൊണ്ട് ലബ്ധ്വൈക പുത്ര, ഒരു പുത്രനെ കിട്ടി. പക്ഷേ നിന്നില്ല അധികം. എന്താ കാരണം? അതത്രഹദേ സപത്നി സംഗൈ, ഒരുപാട് പത്നിമാരുണ്ടായിരുന്നല്ലോ. അതിലെ കൃതദ്യുതിക്കാണ് പുത്രൻ ഉണ്ടായത്. കൃതദ്യുതിക്ക് പുത്രൻ ഉണ്ടായപ്പോ രാജാവ് പുത്രനോടുള്ള ഇഷ്ടം കൊണ്ട് എപ്പോഴും കൃതദ്യുതിയുടെ അന്തപുരത്തിൽ തന്നെ താമസായി, പുത്രനെ കൊഞ്ചിക്കാനൊക്കെ ആയി. മറ്റുള്ളവർക്ക് അത് രസിച്ചില്ല, മറ്റു പത്നിമാർക്ക്. അവർ വിചാരിച്ചു ഈ കുട്ടിയാണല്ലോ രാജാവെ നമ്മൾ ഇന്നലെ അകത്തുന്നത്, കുട്ടിയെ കൊന്നേക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഗരം ദുഹു എന്നാണ്, വിഷം കൊടുത്തു അത്ര കുട്ടിക്ക്. കുട്ടി മരിച്ചു. അതാണ് പറയുന്നത് ലബ്ധ്വൈക പുത്രം, ഒരു പുത്രനെ കിട്ടി. അധ ഹതേ സപത്നി സംഘൈ, സപത്നികളാൽ മറ്റു ഭാര്യമാരാൽ ഹതേ കൊല്ലപ്പെട്ടപ്പോ കരച്ചിലും പിടിച്ചിലായി രാജാവ്. അമോഹ്യത് അവശഹ, അവശനായിട്ട് മോഹാലസ്യപ്പെട്ട് വീണ് കരഞ്ഞു. എന്താ കാരണം കരയാൻ? തവമായയാസോ, ഹേ ഗുരുവായൂരപ്പ അങ്ങയുടെ മായ കാരണം, മായാമോഹത്തിൽപ്പെട്ട രാജാവ് തന്റെ പുത്രൻ മരിച്ചപ്പോ കരഞ്ഞു പിഴിഞ്ഞു എന്ന്, മോഹിച്ചു പോയി എന്ന്. അതാണ് പറയുന്നത്. അപ്പൊ ചിത്രകേതു ബോധം കെട്ട് വീണു, കാരണം അങ്ങയുടെ മായയാണെന്നാണ് പറയുന്നത്. ആ മായ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. അതായത് മരിച്ചാലും ജനിച്ചാ സന്തോഷിക്കണില്ലേ, പിന്നെ മരിച്ചാൽ എന്തിനാ ദുഃഖിക്കണമെന്നാണ്. ജനിച്ചാ സന്തോഷിക്കുമെങ്കിൽ മരിച്ചാലും സന്തോഷിക്കണം എന്നാണ് ഭാഗവത തത്വം. ജനിച്ചപ്പോ സന്തോഷിക്കേണ്ട ആവശ്യമില്ല, മരിച്ചപ്പോ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ജനിച്ചാൽ സന്തോഷിക്കുമെങ്കിൽ അതിന് സന്തോഷിച്ചുകൂടെയെന്നു. ഇതാണ് ഇവരുടെ തത്വം. ഏതായാലും ഇവിടെ എന്തായി? പ്രാക് ശൂരസേന വിഷയേ ചിത്രകേതു പുത്രാഗ്രഹീ നൃപതിഹി കില അസൗ അങ്കിരസഹ പ്രഭാവാത് ഏകപുത്രം ലബ്ധ്വാ ഏകപുത്രം ലബ്ധ്വാ അത തത്ര സപത്നീ സംഗൈഹി ഹതേ തവ മായയാ അവശഃ മോ അമുഹ്യത്. ഓരോന്നായിട്ട് നോക്കൂ. പ്രാക് ശൂരസേന വിഷയേ അല്ലെ, ചിത്രകേതു പുത്രാഗ്രഹി നൃപതിഹി കില. എന്നിട്ട് പറഞ്ഞ് അങ്കിരസഹ പ്രഭാവാത് അസൗ ഏകപുത്രം ലബ്ധ്വാ തത്ര സപത്നീ സംഗൈഹി ഹതേ മായയ തവ മായയ അവശഃ അമുഹ്യത്. ഒരിക്കൽ കൂടെ പറയാം. ആദ്യത്തിലെ പ്രാക് ശൂരസേന വിഷയേ ആരാണ്? ചിത്രകേതു. അദ്ദേഹം എങ്ങനെയാണ്? പുത്രാഗ്രഹീ നൃപതിഹി കില, പുത്രനെ ആഗ്രഹിക്കുന്ന ഒരു രാജാവായിരുന്നു. അസൗ അങ്കിരസഹ പ്രഭാവാത്, അങ്കിരസിന്റെ പ്രഭാവം കൊണ്ട് ലബ്ധ്വാ ഏകപുത്രം, ഒരു പുത്രനെ പ്രാപിച്ചു. അത സപത്നീ സംഗൈഹി ഹതേ, സപത്നികളാൽ കൊല്ലപ്പെട്ടപ്പോൾ തവ മായയ, അങ്ങയുടെ മായയാൽ അവശഃ അവശനായി അമുഹ്യത് മോഹിച്ചു ബോധം കെട്ടു വീണു. അങ്ങനെ വിഷമിച്ച് കരഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് അങ്കിരസും നാരദ മഹർഷിയും കൂടി ചേർന്ന് വന്നു. പുത്രനെ കൊടുത്തപ്പോ അങ്കിരസ് മാത്രമേ വന്നുള്ളൂ. ഇവരെ ആശ്വസിപ്പിക്കാൻ നാരദനെയും കൂടെ കൂട്ടുപിടിച്ച് അങ്കിരസ് അവിടെ വരികയാണ്. തം നാരദസ്തു, അവിടെ വന്നത് മെയിൻ നാരദൻ. സമം അങ്കിരസ, അങ്കിരസിന്റെ കൂടെയാ വന്നത് അല്ലെ. എങ്ങനെയുള്ള നാരദനാണ്? ദയാലുഹു. അപ്പൊ തം നാരദസ്തു സമമങ്കിരസാ ദയാലുഹു സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം ത്യക്ത്വാ തദർച്ചന വിദോ നൃപതിം നിയുങ്ക്ത. ഇങ്ങനെ കരഞ്ഞു പിഴിയുന്ന ചിത്രകേതുവിന്റെ അടുത്തേക്ക് ദയാലുവായ നാരദൻ അങ്കിരസ് മഹർഷിയുടെ ഒപ്പം വന്നു ചേർന്ന് അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഞാൻ ഈ കാര്യമില്ല, സാരമില്ല, മരിച്ചോട്ടെ പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു നോക്കി. എന്ത് പറഞ്ഞിട്ടും രാജാവ് സമ്മതിക്കണില്ല.
അപ്പൊ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, നിന്റെ മരിച്ചു പോയ കുട്ടിയുടെ ജീവാത്മാവിനെ കൊണ്ടുവരാന്ന് പറഞ്ഞു. എന്നിട്ട് മരിച്ച കുട്ടിയുടെ ജീവാത്മാവിനെ വിളിച്ചു വരുത്തി. ജീവാത്മാവ് വന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ തന്നെ ഇരുന്നോ, ഈ അച്ഛനമ്മമാരെ സന്തോഷിപ്പിച്ച് ഇവിടെ താമസിക്കാന്ന് പറഞ്ഞപ്പോ ഈ ജീവൻ ചോദിച്ചു, ഞാൻ ആരുടെ പുത്രനാ? എത്ര അച്ഛനമ്മമാർ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഞാൻ ആരുടെ മകനാ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചു, അവരെല്ലാം എനിക്ക് ഒരുപോലെ ഇല്ലേ, അപ്പൊ ഞാൻ ഇവിടെ മാത്രം എങ്ങനെയാ താമസിക്കുന്നത്? പക്ഷഭേദാവില്ലേ? ഞാൻ ഇരിക്കില്ല എന്ന് ഈ ജീവാത്മാവ് പറഞ്ഞപ്പോഴാണ്, ജീവാത്മാവ് എല്ലായിടത്തും മാറി മാറി സഞ്ചരിക്കുന്ന ഒന്നാണ്, നശിക്കുന്നില്ല, ജീവാത്മാവ് നിലനിൽക്കുന്നുണ്ട് എന്ന് തിരിച്ചു. ഏതുപോലെ വാസാംസി ജീർണാനി യഥാവിഹായ അന്യാനി സംയാതിനവാനി ദേഹി. ഗീതയില് വൃത്തിയായിട്ട് പറഞ്ഞു. വസ്ത്രങ്ങൾ നമ്മൾ പഴയതാകുമ്പോ എടുത്ത് എറിയാറുണ്ട് അല്ലേ, എന്നിട്ട് പുതിയത് ഉടുക്കും. പഴയ വസ്ത്രം പോയതിന് ആരെങ്കിലും ഇരുന്ന് കരയാറുണ്ടോ? വലിയ ഇഷ്ടമുള്ള ഡ്രസ്സാണെങ്കിൽ കുറച്ചും കൂടി അലമാരിയിൽ വെക്കും, ഉടുക്കാൻ പറ്റില്ല, കുറച്ചു കാലം കൂടെ വെച്ചിട്ട് പിന്നെ എടുത്തെറിയും അല്ലേ? അല്ലാതെ ആരും അത് പിന്നെ അതിനെ ചൊല്ലി കരയാറില്ല. അതുപോലെ തന്നെ ആത്മാവ് ഒരു ശരീരം ജീർണിക്കുമ്പോൾ അല്ലെങ്കിൽ മടുത്തു പോകുമ്പോൾ ആ ശരീരത്തെ വിട്ട് വേറൊരിടത്തേക്ക് പോകുന്നു. ശരീരം മാത്രമേ ഉപേക്ഷിക്കുന്നുള്ളൂ, ആത്മാവിന് മാറ്റം വരുന്നില്ല എന്നുള്ള തത്വമാണ് ഈ ജീവൻ പറഞ്ഞു കൊടുത്തത്. ഞാൻ എത്ര അച്ഛനമ്മമാരുടെ മക്കളായി ജനിച്ചു കഴിഞ്ഞു, ഏത് അച്ഛനമ്മമാരുടെ അടുത്താ പോകേണ്ടത്? എല്ലാവരും എന്നെ വിളിക്കണ്ടല്ലോ, എല്ലായിടത്തും എനിക്ക് പോകാൻ പറ്റുമോ? അതുകൊണ്ട് ഇത് പറഞ്ഞപ്പോഴാണ് ചിത്രകേതുവിന് മനസ്സിലായി, ജീവാത്മാവ് ഇപ്പോഴും ഉണ്ട്, ശരീരം മാത്രമേ പോയിട്ടുള്ളൂ എന്ന്. അപ്പൊ സമാധാനായി. അതാണ് ഇവിടെ പറയാൻ പോണ നോക്കുക കേട്ടോ. തം നാരദഹാതു, നാരദൻ എങ്ങനെയുള്ള നാരദൻ? ദയാലുഹു നാരദഹാതു, ദയാലുവായ നാരദനാകട്ടെ, അങ്കിരസാസമം, അങ്കിരസിനോടൊപ്പം സംപ്രാപ്യ അവിടെ വന്നു ചേർന്നു. വന്നിട്ട് എന്ത് ചെയ്തു? സുതസ്യ ജീവം ഉപദർശ്യ, ഉപദർശ്യ കാണിച്ചു, അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. എന്തിനെ? കുട്ടിയുടെ ഉള്ളിൽ നിന്ന് പോയ ജീവനെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. ആ ജീവാത്മാവിനെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു. സുതസ്യ ജീവം ഉപദർശ്യ, സുതന്റെ ജീവിതത്തിനെ കാണിച്ചു കൊടുത്തു. അപ്പൊ കുട്ടി പറഞ്ഞു, കസ്യാസ്തി പുത്ര, കസ്യാസ്മി പുത്ര, ഞാൻ ആരുടെ പുത്രനാണ്? ഇതി തസ്യ ഗിര, അവന്റെ വാക്ക് കേട്ടപ്പോഴേ വിമോഹം ത്യക്ത്വ, അതുവരേണ്ടതായ മോഹമൊക്കെ വെടിഞ്ഞ് ത്വദർച്ചന വിധവും, ഭഗവാനെ അർച്ചിക്കുന്നതാണ് ജീവിത സാക്ഷാത്കാരം എന്ന് അങ്ങനെ അർച്ചന വിധിയിലേക്ക് നൃപതിം, രാജാവിനെ നിയുക്ത, നിയമിച്ചു. ആര്? ദയാലുഹു നാരദ. ദയാലുവായ നാരദൻ അങ്കിരസിനോടുകൂടി അവിടെ വന്നു ചേർന്ന് ആ മരിച്ചുപോയ പുത്രന്റെ ജീവാത്മാവിനെ തിരിച്ചു ഒളിപ്പിച്ച് അടുത്ത് കൊണ്ടുവന്ന് ആരുടെ പുത്രൻ ഞാൻ എന്ന് അവന്റെ വാക്കിനാൽ പറയിപ്പിച്ച് ആ രാജാവിന്റെ മോഹം കളഞ്ഞ് രാജാവിനെ സത്കാര്യത്തിലേക്ക് നയിച്ചു. ഇതാണ് അർത്ഥം. എങ്ങനെയൊക്കെ പറയണം നോക്കൂ. ദയാലുഹു നാരദഃ അങ്കിരസാസമം തം, ആദ്യത്തെ വരിയില് ദയാലുഹു നാരദഃ അങ്കിരസ സമം തം എന്ത് ചെയ്തു? സംപ്രാപ്യ. അടുത്തത് പറയണ സുതസ്യ ജീവം ഉപദർശ്യ. അടുത്തതോ കസ്യ പുത്രോസ്മി ഇതി തസ്യ ഗിര, കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിര, കസ്യ പുത്ര അസ്മി ഇതി തസ്യ ഗിര. വിമോഹം ത്യക്വ, ഉപേക്ഷിച്ചു. എന്നിട്ടോ ത്വദർച്ചന വിധവു, അങ്ങയെ പൂജിക്കുന്നതിൽ നൃപതിം നയുക്ത, ചിത്രകേതുവിനെ ഭഗവത് പൂജയ്ക്കായി നിയോഗിച്ചു. നീ ഇനി ഭഗവത് അർച്ചനം ചെയ്യേ, സംഘർഷണമൂർത്തി ആരാധനം ചെയ്യേ എന്ന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്തു? ഈ ത്യജ ഉപശമം ആവിശ എന്നാണ് ഭാഗവതം. വെറുതെ വിഷമിക്കണ്ട, നീ സമാധാനായിട്ടിരുന്നോ, ജീവൻ എവിടെയും പോയിട്ടില്ല, ആള് മാറി, വേഷം മാറിയിട്ടേ ഉള്ളൂ, ആള് മാറിയിട്ടില്ല, അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇത് കഴിഞ്ഞപ്പോഴാണ് അടുത്തത് പറഞ്ഞു, ഒരു മന്ത്രവും സ്തോത്രവും ഒക്കെ പറഞ്ഞു കൊടുത്തു. സംഘർഷണമൂർത്തിയെ ആരാധിക്കാനുള്ള മന്ത്രം. അത് മന്ത്രം പഠിച്ചപ്പോഴെന്ത് ചെയ്തു? 7 ദിവസത്തിനുള്ളിൽ ശരിക്കും ഭഗവാനെ നേരിട്ട് കണ്ടു ഈ ചിത്രകേതു. അവസാനം വിദ്യാധര ചക്രവർത്തിയായി മാറി എന്നാണ്. അതിനെ ഇവിടെ ഒരൊറ്റ ശ്ലോകത്തിൽ പറഞ്ഞു നോക്കൂ. സ്തോത്രം ച മന്ത്രമപി നാരദതോധലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനുതേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ
ലബ്ധ്വാപ്യകുണ്ഠമതിരന്നഭജദ്ഭവന്തം. എന്ത് ചെയ്ത്? സ്തോത്രം മന്ത്രം ച നാരദാത് ലബ്ധ്വ. നാരദ എന്ന ഫസിലെന്തായിട്ട് നാരദനിൽ നിന്നും അതാ സ്തോത്രം മന്ത്രം ച ലബ്ധ്വ, സ്തോത്രവും മന്ത്രവും നേടിയവൻ എന്ത് ചെയ്തു? തോഷായ സന്തോഷത്തിന് വേണ്ടി ശേഷവപുഷഹാദേ തപസ്യന്, ശേഷരൂപത്തിലുള്ള ആദിശേഷമൂർത്തിയായ അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി ആദിശേഷമൂർത്തിയായ സംഘർഷണമൂർത്തിയെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി തപസ്യന്, തപസ്സാചരിക്കുന്നവനായിട്ട്, തപസ്സിനെ ആചരിക്കാൻ പോകുന്നവനായിട്ട് എന്ത് ചെയ്തു? വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വ. സപ്തരാത്രി 7 ദിവസം അങ്ങനെ ആദിശേഷനെ ഭജിച്ചതുകൊണ്ട് വിദ്യാധരാധിപതിതാം ലബ്ധ്വ. വിദ്യാധരാധിപത്യത്തെ, ആധിപത്യം, ആധിപതിത എല്ലാം ഒന്ന് അർത്ഥമാണ് കേട്ടോ. മഹത്വം, മഹത്താ പറയണ പോലെ ഇങ്ങനെ ആധിപത്യത്തെ പ്രാപിച്ചു. എന്റെ വിദ്യാധര ചക്രവർത്തിയായിട്ട് മാറി. എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ അകുണ്ഠമതിഹി, കുണ്ഠമതി മടുപ്പുള്ളവൻ, അകുണ്ഠമതിഹി മടുപ്പില്ലാത്തവൻ, ഒരാലസ്യവും ഇല്ലാതെ ഭവന്തം അന്വഭജത് പിന്നെയും അങ്ങയെ ഭജിച്ചുകൊണ്ടേയിരുന്നു. വിദ്യാധര ചക്രവർത്തി ആയിരുന്നിട്ടും ആ ചിത്രകേതു വിദ്യാധര ചക്രവർത്തിയായി മാറി. എന്നിട്ടും അങ്ങയെ ഭജിച്ചുകൊണ്ടേയിരുന്നു. ഇതെന്താന്ന് പറഞ്ഞ അധ സ ഈ അവസാനം അദ്ദേഹം നാരദഃ, നാരദനിൽ നിന്ന് സ്തോത്രം മന്ത്രം ചലബ്ധ്വ, സ്തോത്രവും മന്ത്രവും സ്വീകരിച്ച് ശേഷവപുഷഃ തേ തോഷായ തപസ്യൻ, ശേഷസ്വരൂപത്തിലുള്ള അനന്തസ്വരൂപത്തിലുള്ള അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി തപസ്സാചരിക്കുന്നവനായി സപ്തരാത്രേ 7 ദിവസത്തിനുള്ളിൽ വിദ്യാധരാധിപതിതാം ലബ്ധ്വ, വിദ്യാധരാധിപതിയായി മാറി. ലഭിച്ചിട്ട് അഭി എന്നിട്ടും വികുണ്ഠമതിഹി അകുണ്ഠമതിഹി മനസ്സിൽ ആലസ്യമില്ലാതെ ഭവന്തം അന്വഭജത് അങ്ങയെ ഭജിച്ചു. ഇവിടെ എന്താണ്? അഥാ സഹ അനന്തരം ആ ചിത്രകേതു നാരദഃ, നാരദനിൽ നിന്ന് സ്തോത്രം മന്ത്രം ച ലബ്ധ്വ, സ്തോത്രവും മന്ത്രവും, സ്തോത്രം മന്ത്രം അഭിലബ്ധ്വ, സ്തോത്രം ച മന്ത്രം അഭിലബ്ധ്വ, സ്തോത്രവും മന്ത്രവും ലഭിച്ചിട്ട് ശേഷവപുഷഃ തേ തോഷായ തപസ്യൻ, ആദിശേഷമൂർത്തിയായ അങ്ങയെ സന്തോഷിപ്പിക്കുവാൻ തപസ് ചെയ്യുന്നവനായിട്ട് സപ്തരാത്രേ 7 ദിവസങ്ങളിൽ എന്ത് ചെയ്തു? വിദ്യാധര അധിപതിതാം ലബ്ധ്വ, വിദ്യാധര ചക്രവർത്തി പദത്തെ പ്രാപിച്ച് അഭി എന്നിട്ടും അകുണ്ഠമതിഹി മടിയില്ലാത്തവനായി ഭവന്തം അന്വഭജത് അങ്ങയെ ഭജിച്ചു. ഒറ്റയടിക്ക് എല്ലാം കൂടെ അങ്ങോട്ട് പറഞ്ഞു. 7 ദിവസത്തിനുള്ളത് വിദ്യാധര ചക്രവർത്തിയായി. എന്നിട്ടും ഭഗവാനെ ആരാധിച്ചു പോന്നു. എന്താ പറഞ്ഞു? ഓം നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ഭീമിഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസ്സംഘർഷണായ ചാന്നാണ് മന്ത്രം പറഞ്ഞു കൊടുത്തിരുന്നത് ആര്? നാരദൻ. അതിനെയാണ് ജപിച്ചത് 7 ദിവസം. ഇനി 7 ശ്ലോകം കേട്ടാ ഭാഗവതത്തില് പ്രധാന ശ്ലോകത്തിൽ സ്തോത്രം ച മന്ത്രമഭി നാരദഃ അദലബ്ധ്വ തോഷായ ശേഷവപുഷഃ നനു തേ തപസ്യന് വിദ്യാധരാധിപതിതാം സ ഹി സപ്തരാത്രേ ലബ്ധ്വാ അഭി അകുണ്ഠമതിഃ അന്വഭജത് ഭവന്തം. സ്തോത്രം ച മന്ത്രമഭി നാരദതോദലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനു തേ തപസ്യന് വിദ്യാധരാധിപതിതാം സ ഹി സപ്തരാത്രേ ലബ്ധ്വാപ്യകുണ്ഠമതിരന്നഭജത് ഭവന്തം. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ 7 ദിവസത്തിൽ ഭജിച്ചപ്പോഴ ഭഗവാൻ തന്റെ ആ ആദിശേഷ രൂപത്തെ പ്രദർശിപ്പിച്ചു കൊടുത്തു. ആർക്ക്? ഈ ചിത്രകേതുവിന്. അതാണ് പറഞ്ഞത്. എന്താണ്? തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗനാവൃതേന പ്രാദുർഭവൻ ആചിരതോ നുദിഭി പ്രസന്നോ ദത്വാത്മതത്വം അനുഗൃഹ്യ തിരോധദാത. ആത്മതത്വം ദത്വ അനുഗൃഹ്യ തിരോധദാത എന്ന് പറഞ്ഞു. ആത്മതത്വം പറഞ്ഞു കൊടുത്ത് അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി. എങ്ങനെയാ വന്നത് ഭഗവാൻ? പ്രാദുർഭവൻ, പ്രാദുർഭവനാണ് പ്രത്യക്ഷപ്പെടുന്നവനായിട്ട്.
എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നവനായി? മൃണാളധവളേന. മൃണാളം എന്ന് പറഞ്ഞാൽ താമര നൂല് എന്ന് അർത്ഥമാണ്. താമരവളയം പോലെ വെളുപ്പ്, വെളുവെളുവെളുവെളുവേ എന്നുള്ള രൂപം. മൃണാളധവളേന. പിന്നെ എത്രയുണ്ട് തല? സഹസ്രശീർഷ്ണ, 1000 തലകളോട് കൂടിയവനായിട്ട്. പിന്നെ അങ്ങനെയുള്ള രൂപം. മൃണാളധവളേന സഹസ്രശീർഷ്ണ പോരാ, ബദ്ധനുതി സിദ്ധഗണാവൃതേന. കൈകൂപ്പിക്കൊണ്ട് സ്തുതിച്ചു നിൽക്കുന്ന സിദ്ധഗണങ്ങളാൽ ചുറ്റപ്പെട്ടതുമാണ് ആ രൂപം. അപ്പൊ വെളുത്ത രൂപം, 1000 തലകളുള്ള രൂപം, സിദ്ധഗണന്മാരാൽ ചുറ്റപ്പെട്ട് ജപിക്കപ്പെടുന്ന രൂപം. അങ്ങനെയുള്ള തന്റെ രൂപത്തിലാണ് സഹസ്രശീർഷനായി, സഹസ്രവദനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് എന്ത് ചെയ്തു? എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? 7 ദിവസത്തിൽ പ്രത്യക്ഷപ്പെട്ടുല്ലോ അല്ലെ? ആചീരാദഹ. ഈ പ്രജേരസുകളെ വല്ല 10,000 കൊല്ലൊന്നും വേണ്ടി വന്നില്ല. വെറും 7 days, 7 ദിവസത്തിനുള്ളിൽ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആചീരാദഹ. അധികം വൈകാതെ തന്നെ പ്രാദുർഭവൻ മുമ്പിൽ വന്ന് നിന്നു. നിന്നപ്പോഴോ ഈ ചിത്രകേതു എന്ത് ചെയ്തു? നുതുബിഹി പ്രസന്ന. പലതരം സ്തുതികളെ ചെയ്തു. ആ സ്തുതികളൊക്കെ കേട്ടപ്പോ ആ ആദിശേഷൻ അങ്ങടെ പ്രസന്നനായി. നുതിബി പ്രസന്ന. പ്രസന്നനായപ്പോ എന്തെങ്കിലും കൊടുക്കണ്ടേ? ആത്മതത്വം തസ്മൈ അല്ലേ? അതാ തസ്മൈ ആത്മതത്വം ദത്വ അനുഗ്രഹ്യ. അവനെ ആത്മതത്വത്തെ നൽകി അനുഗ്രഹിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? തിരോധദാ പ്രത്യക്ഷനായി. അപ്പോ ആ ജപിച്ചുകൊണ്ടിരുന്ന 7 ദിവസം ജപിച്ചുകൊണ്ടിരുന്ന ചിത്രകേതുവിന്റെ മുൻപില് മൃണാളത്തെ പോലെ വെളുത്ത് 1000 ശിരസുകളോടുകൂടി സിദ്ധഗണങ്ങളാൽ ആവൃതനായി സ്തുതിക്കപ്പെടുന്നവനായിട്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ടു നിന്നുകൊണ്ട് ഈ ചിത്രകേതുവിന്റെ സ്തുതിയാൽ പ്രസന്നനായപ്പോൾ അവന് ആത്മതത്വം ഉപദേശിച്ച് അപ്രത്യക്ഷനായി. ഇതാണ് കാര്യം. എങ്ങനെ അന്വയം വന്നു നോക്കൂ. എളുപ്പാണ്. മൃണാളധവളേന സഹസ്രശീർഷ്ണ ബദ്ധനുതി സിദ്ധഗണാവൃതേന രൂപേണ. കണ്ടോ? ആചിരദഃ പ്രാദുർഭവൻ നുതിഭിഃ പ്രസന്നഃ തസ്മൈ ആത്മതത്വം ദത്വാ അനുഗ്രഹ്യ തിരോദധാത. ആ 4ാമത്തെ വരി മാത്രമേ കുറച്ചുള്ളൂ. എന്താണ്? തസ്മൈ എന്ന് ആദ്യത്തെ വരിയിൽ എടുക്കണം. എന്നിട്ട് ആത്മതത്വം ദത്വ എന്നെടുക്കണം, അനുഗ്രഹ്യ എന്നെടുക്കണം. അത് കഴിഞ്ഞ് തിരോദധാത. തസ്മൈ ആത്മതത്വം ദത്വ അനുഗ്രഹ്യ തിരോദധാത. എങ്ങനെ? പ്രാദുർഭവൻ. എങ്ങനെ പ്രാദുർഭവിച്ചു? ആ രൂപമാണ് പറഞ്ഞത്. മൃണാളധവളേന സഹസ്രശീർഷ്ണ ബദ്ധസിദ്ധ ഗണാവൃതേന രൂപേണ പ്രാദുർഭവൻ. പിന്നെയോ നുതിബി പ്രസന്ന. ഇവന്റെ സ്തുതികൾ കേട്ടപ്പോ സന്തോഷിക്കുകയും ചെയ്തു. ഉടനെ തസ്മൈ ആത്മതത്വം ദത്വ അനുഗ്രഹ്യ തിരോധത. അദ്ദേഹത്തിന് ആത്മതത്വത്തെ നൽകി അനുഗ്രഹിച്ച് അപ്രത്യക്ഷം. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധ ഗണാവൃതേന പ്രാദുർഭവൻ അചിരദഃ നുതിഭിഃ പ്രസന്നഃ ദത്വാ ആത്മതത്വം അനുഗൃഹ്യ തിരോദധാത. ത്വദ്ഭക്തമൗലിരദസോപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേകരഹിതോ ലളിതം ചചാര. അതിലൊന്നുമില്ല, കാര്യമായിട്ട് പറയണില്ല. ത്വദ്ഭക്ത മൗലിഹി അല്ലെ? അങ്ങയുടെ ഭക്തന്മാരിലെ കിരീടമായ പോലെയായി. അദ്ദേഹത്തിന്റെ ഭക്തന്മാരില് ഏറ്റവും അത്യുത്തമൻ അങ്ങനെ ആയിട്ടുള്ള സോപി ആ ചിത്രകേതുവും ലക്ഷലക്ഷം വർഷാണി, ഒന്നുമല്ല ലക്ഷക്കണക്കിന് വർഷങ്ങൾ, ഹർഷുലമനാഹ സന്തോഷത്തോടു കൂടി, ഭുവനേഷു കാമം, ഭുവനേഷു ഭുവനങ്ങളിൽ, ഗുണഗണം സുന്ദരീഭിഃ കാമം സംഗാപയൻ അങ്ങയുടെ ഗുണഗണങ്ങളെ സുന്ദരിമാരോട് ചേരുന്ന വിദ്യാധരനാണല്ലോ. വിദ്യാധരി സ്ത്രീകളോടൊപ്പം പാടി പാടി പുകഴ്ത്തുമായിരുന്നു അങ്ങയുടെ ഗുണഗണങ്ങളെ. അങ്ങനെ നടന്ന് സംഗാതിരേകരഹിത സുഖങ്ങളിൽ ആസക്തി ഇല്ലാത്തവനായിട്ട് ലളിതം ചചാര ലളിതമായ ജീവിതചര്യ നടത്തിപ്പോന്നു. ഒന്നുമില്ലേ? അതായത് അദ്ദേഹം ഭഗവത് ഭക്തനായി തീർന്നു.
അവസാനം സിദ്ധ്യാധരി സ്ത്രീകളോടൊപ്പം അങ്ങയുടെ ഗുണഗണങ്ങളെ പാടിക്കൊണ്ട് ആരോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ ലളിതമായ ജീവിതം നയിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് വലിയ വിസ്താരമില്ല. നോക്കിക്കോളോ. അഥാ ത്വദ്ഭക്തമൗലി സഹ അപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാഹ ഭുവനേഷു എന്ത് ചെയ്തു? തവ ഗുണഗണം സുന്ദരീഭിഹി കാമം സംഗാപയന് സംഗാതിരേകരഹിത ലളിതം ചചാര. മൂന്നാമത്തെ വരിയിൽ മാത്രമേ ഒരു ട്വിസ്റ്റിംഗ് ഉള്ളൂ, ബാക്കിയൊക്കെ എളുപ്പം. ആദ്യത്തെ വരി നോക്കൂ. അഥാ ത്വദ്ഭക്തമൗലിഹി എന്ത് ചെയ്തു? ത്വദ്ഭക്തമൗലിഹി സഹ അപീച്ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാഹ ഭുവനേഷു തവ ഗുണഗണം സുന്ദരീഭിഹി കാമം സംഗാപയന്. അത് കൂടി പാടിച്ചുകൊണ്ട് പാടുകയും പാടിക്കുകയും ചെയ്തു. സംഗാപയൻ എന്നാണ് പ്രേരണാർത്ഥകമായിട്ട് പറഞ്ഞു. ഗാപയതി മറ്റുള്ളവരെ കൊണ്ടും പാടിപ്പിച്ചു. എന്നിട്ട് സുന്ദരികളെ കൊണ്ട് ഭഗവാന്റെ ഗുണഗണങ്ങളെ പാടിപ്പിച്ചു. അതിനുശേഷം സംഗാതിരേകരഹിത ഒന്നിനോടും സംഘമില്ലാത്തവനായിട്ട് ലളിതം ചചാര സംഘത്തിൽ നിന്നും അതിരേകനായിട്ട് അതിൽ നിന്നെല്ലാം ആസക്തി ഇല്ലാത്തവനായിട്ട് ലളിതം ചചാര ലളിതമായി സഞ്ചരിച്ചു. ഭക്തി വിടാണ്ട് ലൗകിക സുഖങ്ങൾ അനുഭവിച്ചു. പക്ഷെ ഭക്തി ഉള്ളത് കൊണ്ട് അതിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായില്ല. ഭഗവാനിലാണ് മനസ്സ്. ലൗകിക കാര്യങ്ങളൊക്കെ അനുഭവിച്ചു. വിദ്യാർത്ഥി സ്ത്രീകളൊക്കെ സുന്ദരി നടന്നു. പക്ഷെ ഭക്തി ഉള്ളത് കൊണ്ട് അതിനോട് വലിയ അടുപ്പമുണ്ടായില്ല. എന്നിട്ട് ലളിതമായി ലക്ഷം കൊല്ലം സുഖമായി കഴിച്ചുകൂട്ടി എന്നർത്ഥം. അത്യന്ത സംഗവിലയായ ഭവത്പ്രണുന്നോ നൂനം സ്വരൂപ്യഗിരിമാപ്യ മഹത് സമാജേ നിശങ്കമംഗകൃതവല്ലഭമംഗജാരിം തം ശങ്കരൻ പരിഹസന്നുമയാഭിഷേവേ. എന്തായെന്ന് വെച്ചാല് അത്യന്ത സംഘവിലയായ എന്തിനു വേണ്ടിയിട്ടാണ്? സംഘം നശിക്കണം എന്ന് വിചാരിച്ച് അത്യന്ത സംഘവിലയായ വിഷയാസക്തി തീരെ ഇല്ലാതാകണം, വിലയമാവണം, ഇല്ലാതായി തീരണം എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത്? ഭഗവത് പ്രണുന്നഹ അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായി. പ്രണുന്നനാണ്. പ്രണുന്നൻ എന്ന് വെച്ചാൽ പ്രേരിതൻ. അങ്ങ പ്രേരിപ്പിച്ചിട്ടായിരിക്കാം ഇവനെ ശരിക്കും ഒന്നുകൂടി വാർത്തെടുക്കണം എന്ന് വിചാരിച്ചു ഭഗവാൻ. ഇവൻ അനുഗ്രഹം കൊടുത്തു. സംഘർഷണമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് വിദ്യാധര ചക്രവർത്തിയായി. മറ്റുള്ളവരെ കൊണ്ടൊക്കെ ഭഗവത് ഗീതകള് പാടിക്കൊണ്ട് നടക്കുന്നതാണ്. അങ്ങനെ നടക്കുന്ന അദ്ദേഹത്തിനെ ഒന്നുകൂടി ശുദ്ധീകരിക്കണം എന്ന് വിചാരിച്ചു. സ്ഫുടമിട്ട് ശുദ്ധീകരിക്കുന്നത് പോലെ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഭവത് പ്രണുന്നഹ അങ്ങയാൽ പ്രേരിതനായിട്ട് എന്ത് ചെയ്തു? നൂനം അതായിരിക്കണം, തീർച്ച ഭഗവത് പ്രേരണ കൊണ്ടായിരിക്കണം എന്ന് ഉറപ്പിച്ച് പറയാണ്. സഹ അദ്ദേഹം എന്ത് ചെയ്തു? രൂപ്യഗിരിമാപ്യ. രൂപ്യ എന്ന് പറഞ്ഞാൽ വെള്ളി. വെള്ളിമാമലയിൽ വന്നു, അതായത് കൈലാസത്തിൽ വന്നു എന്നർത്ഥം. വെള്ളിമാമലയാണ് കൈലാസം. സ്വർണപർവ്വതമാണ് മേരു. മനസ്സിലായോ? വെള്ളി കൊണ്ടുള്ളതായ പർവ്വതമാണ് കൈലാസം എന്നാണ്. അതുകൊണ്ട് വെള്ളിമാമല വിഗ്രഹം ഉള്ളൂരമർന്ന ഗൗരീശം ഉള്ളിൽ അൻപൊടു ചിന്തയെ എന്ന് നമ്മള് പ്രാർത്ഥിക്കാറുണ്ട്, ഇല്ലേ? അപ്പൊ വെള്ളിമാമല വിഗ്രഹനാണ്. വെള്ളിമാമലയിലാണ് വരയ്ക്കുന്നത്. ഇപ്പൊ പറയണ രൂപ്യഗിരിം. രൂപ വെള്ളി നാണയമല്ലേ? രൂപ്യഗിരിം ആ കൈലാസ പർവ്വതത്തില് വന്നു ചേർന്നു. ഇങ്ങനെ വിദ്യാധര ചക്രവർത്തി തന്റെ വിദ്യാധരീനികളോട് കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് ഒരിക്കൽ അദ്ദേഹം കൈലാസ പർവ്വതത്തിൽ വന്നു. ഭഗവത് പ്രേരണയാണ് എല്ലാത്തിനും എന്ന് പറയണ. എല്ലാം ഭഗവത് പ്രേരണയാണ്. എന്ത് നടക്കുമ്പോഴും അതിന്റെ പിന്നില് ഭഗവത് പ്രേരണയുണ്ട്. ഇവിടെ എന്ത് ചെയ്തു? അദ്ദേഹം വന്നപ്പോഴ് മഹത് സമാജേ വലിയൊരു സമാജം ഇരിക്കുകയാണ്. മഹർഷിമാരുടെ സമാജം, മഹാന്മാരൊക്കെ കൂടി ചേർന്നിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ സനകാദികൾക്കും നാരദനും ഒക്കെ ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്ന ദക്ഷിണാമൂർത്തി രൂപത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്തു? നിശങ്കം, ഒരു സംശയവുമില്ലാതെ നിശങ്കമായിട്ട്, ശങ്കയേ ഇല്ല,
എന്ത് ചെയ്തു? അംഗകൃതവല്ലഭം. അംഗം മടിത്തട്ട്, അങ്ക ക ആണ് കേട്ടോ. അങ്കം മടിത്തട്ട്, അംഗം എന്നെഴുതിയാൽ അവയവം. ഗാവിന്റെ വ്യത്യാസമാണ്. അംഗം എന്നെഴുതിയാല് അവയവം, അങ്കം എന്നെഴുതിയാൽ മടിത്തട്ട്. അങ്കത്തിൽ, ഉത്സംഗത്തിൽ, മടിത്തട്ടിൽ കൃതവല്ലഭം, തന്റെ ഭാര്യയെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലഭയെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന വല്ലഭൻ. അതെങ്ങനെ? കയ്യില് തുടയില് ദേവിയെ ഇരുത്തി കൈകൊണ്ട് ഇങ്ങനെ ആലിംഗനം ചെയ്തിരിക്കുക. ഒരു മടിയുമില്ലാതെ ആരുടെ? മഹർഷിമാരുടെ മുമ്പിൽ വെച്ച് അവർക്ക് എന്താണ്? പ്രബോധനം ചെയ്യാണ്, ഉപദേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മടിയില് വാമഭാഗത്തായിട്ട് പാർവതി ദേവിയുണ്ട്. ആ പാർവദേവിയെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോ അടക്കാൻ പറ്റാത്ത ഒരു പരിഹാസം തോന്നി വിദ്യാധരന്. ആരാ വിദ്യാധരൻ? ചിത്രകേതു. ആ ചിത്രകേതുവിന് ഒരു പരിഹാസമായിട്ട് തോന്നി. പരിഹാസം തോന്നി അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തം ശങ്കരം പരിഹസന്, ആ ശങ്കരനെ അങ്ങോട്ട് പരിഹസിക്കുന്നവനായി തീർന്നു. എന്താ പരിഹസിച്ചത്? അയ്യേ, ജഗദ്ഗുരു ആണ് പോലും. ജഗദ്ഗുരു, ലോകത്തിലുള്ളവർക്കൊക്കെ ഉപദേശം ചെയ്യുന്ന ആള് പ്രവൃത്തി കണ്ടില്ലേ? പ്രാകൃതം കണക്ക് എന്നാണ്. ജഗദ്ഗുരുവായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ എല്ലാവരുടെ മധ്യത്തിലും വെച്ച് തന്റെ പത്നിയെ മടിയിൽ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുമോ? ഇത് പ്രാകൃതന്മാരോട് ചെയ്യാത്ത പ്രവൃത്തിയാണല്ലോ എന്നാണ് പരിഹസന് പരിഹസിച്ചു. പരമശിവൻ നോക്കിയിട്ട് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഒന്നും മിണ്ടാതിരുന്നതേ ഉള്ളൂ. കാരണം അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു ഇത് കേട്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. എന്നാൽ ഉമയാ അഭിഷേപേ, ഉമയാൽ ശപിക്കപ്പെട്ടു. പാർവതി ദേവിക്ക് സഹിച്ചില്ല. ആരടാ? ജഗദ്ഗുരുവിനെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന നീ ആരാ എന്ന് പറഞ്ഞുള്ള ഒരു ദേഷ്യം പാർവതി ദേവിക്ക് ഉണ്ടായി. അതുകൊണ്ട് ഉമയാ അഭിഷേപേ, ഉമയാൽ പരിഹസിക്കപ്പെട്ടു. അല്ല, ശപിക്കപ്പെട്ടു, പരിഹസിക്കല്ല, ഉമയാൽ ശപിക്കപ്പെട്ടു. ഉമയെ അങ്ങോട്ട് ശപിച്ചു. ആരാ നീ എന്നെ ഇങ്ങനെ പറയാൻ എന്ന് ചോദിച്ചുകൊണ്ട് ഉമ ശപിച്ചു. ഉമ ശപിച്ച എന്താണെന്നറിയോ? ഇത്ര വിവരം കെട്ടവനായി ജഗദ്ഗുരുവിനെ പോലും നിന്ദിക്കാൻ നീ വളർന്നോ? നിന്റെ ഈ ദുഷ്ട സ്വഭാവം കാരണം നീ ദുഷ്ടയോനിയിൽ വന്ന് ജനിക്ക്, അതായത് നീ അസുരനായി ജനിക്ക് എന്ന് പറഞ്ഞാണ് ശപിച്ചത്. ഇത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്? 7 ദിവസം കൊണ്ട് സംഘർഷണമൂർത്തിയെ തന്റെ മുമ്പിൽ വരുത്തിക്കാൻ കഴിവുള്ളവനായ ഈ ചിത്രകേതുവിന് ഇങ്ങനെ ഒരു സംഭവം വരാൻ കാരണം എന്താന്ന് ചോദിച്ചപ്പോ അതിന് മുൻപേ എടുത്ത് പറഞ്ഞു, ഭവത് പ്രണുന്നഹ, ഭഗവാന്റെ പ്രേരണ തന്നെ അതിന് കാരണം. എന്തായിരിക്കും ഭഗവാന്റെ ഉദ്ദേശം? ഇവനെ ഒന്നുകൂടി അങ്ങടെ സ്ഫുടം ചെയ്യണം. ഇവന് എങ്ങാനും ഈ ലൗകിക സുഖങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അത് ഇല്ലാതാകണം. അതാണ് അത്യന്ത സംഘവിലയായ, അത്യന്തമായ അവന്റെ ആസക്തി അങ്ങടെ നശിച്ചു പോകണം എന്ന് വിചാരിച്ച് ഭവത് പ്രണുന്നഹ, അങ്ങയാൽ പ്രേരിതനായിട്ടുള്ള സഹ, അദ്ദേഹം രൗപ്യഗിരി ആപ്യ, രൗപ്യഗിരിയിൽ വന്നു ചേർന്നു. ആ കൈലാസത്തിൽ വന്നു ചേർന്നു. വന്നിട്ട് എന്ത് ചെയ്തു? ആ ഭഗവാൻ അവിടെ ഇരിക്കുകയാണ്. എങ്ങനെ ഇരിക്കണു? രൗപ്യഗിരിമാപ്യ മഹത് സമാജേ, മഹാന്മാരുടെ സമുദായത്തിൽ നിശങ്കം, ഒരു സംശയവുമില്ലാക്കി അങ്കജവല്ലഭം, തന്റെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് പത്നി. അങ്ങനെയുള്ളതായ ഭഗവാനെ കണ്ടപ്പോഴ് പരിഹസന്, പരിഹസിച്ചു. പക്ഷെ ഭഗവാൻ അതിനൊരു പ്രതിവിധിയില്ല, മിണ്ടാതിരുന്നു. ഭഗവാൻ അങ്ങനെ ഒന്നും ഇല്ലല്ലോ, നമുക്ക് ദക്ഷയാഗത്തിൽ കണ്ടതല്ലേ. അങ്ങനെയുള്ള ഭഗവാനായതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. പക്ഷെ ഉമയാ അഭിഷേപേ, ഉമയ്ക്ക് ദേഷ്യം വന്നു, ഉമ അങ്ങോട്ട് ശപിച്ചു. ഇതാണ് ഉണ്ടായത്. കണ്ടോ എന്താണ് പറഞ്ഞത്? അല്ലയോ, ജഗദ്ഗുരുവാണ് പോലും സമുദായത്തിൽ വെച്ച് എല്ലാവരും കാണെ ഭാര്യയെ മടിയിൽ വെച്ച് ആലിംഗനം ചെയ്തിരിക്കുകയാണ്. പ്രാകൃതന്മാർ പോലും ഇങ്ങനെ ചെയ്യില്ലല്ലോ, നിങ്ങൾക്കൊക്കെ വിവരമുണ്ടെന്ന് ആരാ പറഞ്ഞത് എന്നാണ് ശപിച്ചതാര്? എല്ലാം അറിയുന്നത് പോലെ ആ ചിത്രകേതു വിദ്യാധരൻ ശപിച്ചു. ഭഗവാൻ അത് കേട്ട് പുഞ്ചിരിച്ചതേ ഉള്ളൂ. പക്ഷെ പാർവതി കോപം കൊണ്ട് അസുരയോനിയിൽ നീ ജനിക്ക് എന്ന് പറഞ്ഞ് ഒരു ശാപം കൊടുത്തു എന്ന്. അപ്പൊ ചിത്രകേതു ഏറ്റവും ടോപ്പിൽ വന്നിട്ട് പിന്നെ എന്തുണ്ടായി? ഇങ്ങനെ ശപിക്കപ്പെട്ടു. ആരാൽ? പാർവതി ദേവിയാൽ ശപിക്കപ്പെട്ടു. നീ അസുരയോനിയിൽ വന്ന് ജനിക്കുമാറാകട്ടെ എന്നാണ് പാർവതി ദേവി ശപിച്ചത്. അപ്പൊ അന്വ നോക്കിക്കൊള്ളട്ടെ. അത്യന്ത സംഘവിലയായ
അവന് നല്ല വിരക്തി വരണം എന്ന് ആലോചിച്ചുകൊണ്ട് അവനെ സംഘത്തിന് നാശമുണ്ടാകണേ എന്ന് വിചാരിച്ച ഭവപ്രനുണ്ട അങ്ങയാൽ പ്രേരിതനായ സഹ അദ്ദേഹം ഒന്നുകൂടെ അവനെ നന്നാക്കണം എന്ന് വിചാരിച്ചു ഭഗവാൻ. അതിനൊരു വഴി ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? വിദ്യാധരൻ ആ വഴി കൂടെ വന്നു. രൗപ്യഗിരിമാരോ ആപ്യ ആ കൈലാസ പർവ്വതത്തിൽ വന്നപ്പോഴേ എന്ത് ചെയ്തു? മഹർഷിമാരുടെ മുമ്പിൽ വെച്ച് മഹത് സമാജേ നിശങ്കം അംഗകൃത വല്ലഭം, അംഗകൃതനായിട്ടുള്ള വല്ലഭൻ അത് ആരാണ്? അതാണ് രസം. അംഗജാരിം കാമശത്രുവാണ് അല്ലേ? കാമദേവനെ എരിച്ചു കളഞ്ഞവനാ ജനങ്ങൾക്ക് മുമ്പില്. എന്നിട്ട് പാർവതി ദേവി എങ്ങനെ മടിയിൽ വെച്ച് ആലിംഗനം ചെയ്തിരിക്കുക. ഇത് രണ്ട് പ്രവൃത്തിയൊന്ന് വേറൊന്ന് ഒന്ന് എന്നുള്ള പ്രവൃത്തിയിൽ പ്രവർത്തിച്ചില്ലേ എന്ന് പറഞ്ഞിട്ടാണ് പരിഹസിച്ചത്. വലിയ കാമാരിയാണ് പോലും. പരമശിവൻ കണ്ടില്ലേ കാമാരി എന്ന് പറഞ്ഞ് നടക്കുക, എന്നിട്ട് പാർവതിയെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാണ് ശപിച്ചത്. ഈ ശാപം കേട്ടപ്പോ പരമശിവൻ ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. എന്നാൽ പാർവതിക്ക് കോപം വന്നു. ഉമയാ അഭിഷേകേ, ഉമയാൽ ശപിക്കപ്പെട്ടു. അന്നെ എങ്ങനെ വരണം നോക്കൂ. അത്യന്ത സംഗവിലയായ ഭവത് പ്രണുന്നഃ നൂനം സഹ രൂപ്യഗിരിം ആപ്യ മഹത് സമാജേ നിശങ്കം അംഗകൃത വല്ലഭം അംഗജാരിം തം ശങ്കരം പരിഹസന് ഉമയാ അഭിഷേവേ. അത്യന്ത സംഗവിലയായ ഭവത് പ്രണുന്നഃ നൂനം സഹ രൂപ്യഗിരിം ആപ്യ മഹത് സമാജേ അംഗകൃത വല്ലഭം അംഗജാരിം പരിഹസൻ തം ശങ്കരം പരിഹസൻ ഉമയാ അഭിഷേവേ. അർത്ഥം വരുമ്പോ ഇങ്ങനെ വരാ, അത്യന്തമായിട്ടുള്ള ആസക്തി നശിക്കാൻ വേണ്ടി ഭഗവാന്റെ പ്രേരണയാലോ എന്ന് തോന്നുമോ? പ്രേരണയാൽ എന്ന് തീർച്ച. അതുകൊണ്ട് തന്നെ ആ വിദ്യാധരൻ കൈലാസപർവ്വതത്തിൽ വന്ന് മഹാന്മാരുടെ സദസ്സിൽ മടി കൂടാതെ തന്റെ പത്നിയെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാമാരിയായ ശങ്കരനെ പരിഹസിച്ചപ്പോൾ ഉമയാൽ ശപിക്കപ്പെട്ടു. ഇതാണ് അർത്ഥം കേട്ടാ. ഇവിടെ അങ്കജൻ എന്ന് വെച്ചാൽ കാമദേവ. അവിടെ കണ്ട അക്ഷരം അങ്കജ, അങ്കജ. മറ്റേടത് അംഗകൃതം, കാ അക്ഷര വ്യത്യാസം ഉണ്ട് കേട്ടോ. അങ്കജൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ നട്ടോ. അംഗജാരി കാമശത്രു പരമശിവൻ. അടുത്ത ശ്ലോകം പറയാണ്, ആ വിദ്യാധര ചക്രവർത്തിയായി നടന്ന ചിത്രകേതുവാണ് പാർവതിയുടെ ശാപം നിമിത്തം അടുത്ത ജന്മത്തിൽ വൃത്രാസുരനായി ജനിച്ചത് എന്ന്. ഞാൻ ആ കഥ നിങ്ങൾക്ക് സൂചിപ്പിച്ചു. വിശ്വരൂപനെ കൊന്നപ്പോ ത്വഷ്ടാവിന് ദേഷ്യം വന്നിട്ട് ഇന്ദ്രശത്രോ വിവർദ്ധസ്വ എന്ന് പറഞ്ഞ് യാഗം നടത്തി സ്വരം പഴച്ചു. ഇന്ദ്രന്റെ ശത്രുവിന് പകരം ഇന്ദ്രൻ ശത്രുവാകുന്ന ഒരു പുത്രൻ ജനിച്ചു. അവനാണ് വൃത്രാസുരൻ. അതിൽ പറയാണ് ഈ ചിത്രകേതു അപ്പൊ എന്ത് ചെയ്തു? ചിത്രകേതു ആരെ? സംകർഷണമൂർത്തിയെ 7 ദിവസം കൊണ്ട് പ്രത്യക്ഷമാക്കിയവനാ. ആട്ടിപ്പവറാണ് ആർക്ക്? ഈ ചിത്രകേതുവൻ. ചിത്രകേതുവിന് വേണമെങ്കിൽ പാർവതിയെ തിരിച്ചു ശപിക്കാം, അതിനുള്ള പവർ ഉണ്ട്. പക്ഷെ ചിത്രകേതു അതൊന്നും ചെയ്തില്ല എന്ന്. എന്താ കാരണം? നിസ്സംഭ്രമഃ തു അയം അയാചിത ശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈഃ സമരേ വിചിത്രം ശത്രോരവിഭ്രമമപാസ്യ ഗദപദം തേ. ഏ ഗുരുവായൂരപ്പ, സഹാ തേ പദം ഗദഃ. ആ വിദ്യാധരൻ, അതായത് ഇവിടെ വന്നിരിക്കുന്ന വൃത്രാസുരൻ അങ്ങയുടെ പദത്തെ പ്രാപിച്ചു. എന്ത് ചെയ്തിട്ടാണ്? പോണ പോക്കില് ഭഗവത് പദത്തെ പോകുന്നതിന് മുൻപ് ശത്രോഹോ അവിഭ്രമം അപാസ്യ, ശത്രുവായ ഇന്ദ്രന്റെ അജ്ഞാനത്തിനെ പോലും തീർത്തു കൊടുത്തു ആത്മതത്വ കഥനം കൊണ്ട്. കേട്ടാ എങ്ങനെ? ആത്മതത്വ കഥനൈ. അത് എങ്ങനെയാ പറഞ്ഞത്? ഭക്തിയാ ആത്മതത്വകഥനൈ, ഭക്തിയോടുകൂടി ആത്മതത്വം പറഞ്ഞു. എവിടെ വെച്ചിട്ടാ പറഞ്ഞ? യുദ്ധഭൂമിയിൽ വെച്ചിട്ടാ. സാമാരേ, യുദ്ധത്തിൽ വെച്ച് ഭക്തിയോടുകൂടി ആത്മതത്വമൊക്കെ പറഞ്ഞ് ശത്രോഹോ ഭ്രമമപി അപാസ്യ,
ശത്രുവായി ഇന്ദ്രന്റെ ആ അജ്ഞാനത്തെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് തേ പദം ഗതഃ അങ്ങയുടെ പദത്തെ പ്രാപിച്ചു. വിചിത്രം, ആശ്ചര്യം എന്ന് പറയാണ്. ആരാണ്? ഈ വിദ്യാധരൻ. നിസ്സംഭ്രമ. പാർവതിയുടെ ശാപം കേട്ടപ്പോ ഒരു പരിഭ്രമവും കാണിച്ചില്ല. നിസ്സംഭ്രമ സഹ അയം ഇവൻ തു ഇവനാകട്ടെ തീരെ പരിഭ്രമമില്ലാതെ. വേണമെങ്കിൽ എന്താണ് അപ്പൊ തന്നെ പാർവതി ദേവിയുടെ കാലിൽ വന്നിട്ട് എനിക്ക് ശാപമോക്ഷം തരൂ ദേവി എന്ന് പറയാം. സാധാരണ എല്ലാവർക്കും ശാപം കിട്ടിയാൽ ശാപമോക്ഷം ചോദിക്കും, അവര് ശാപമോക്ഷം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇവിടെ അതൊന്നും ചോദിച്ചില്ലാന്ന്. അയാചിത ശാപമോക്ഷ. യാചിച്ചില്ല ശാപമോക്ഷം, അയാചിതമാണ്. യാചിച്ചില്ലാത്രേ ശാപമോക്ഷത്തെ. അതുകൊണ്ട് എന്ത് ചെയ്തു? അസുരയോനി ജനിക്കാൻ കാരണമായി. വൃത്രാസുരത്വമുപഗമ്യ വൃത്രാസുരനായിട്ട് ജനിച്ചു. അതിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. ത്വഷ്ടാവ് വിശ്വരൂപനെ കൊന്ന സങ്കടത്തിൽ ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ ഉണ്ടാകണമെന്ന് യാഗം ചെയ്തു. മന്ത്രത്തിന്റെ സ്വരത്തിന്റെ വ്യത്യാസം കൊണ്ട് ഇന്ദ്രൻ ശത്രുവായൊരു പുത്രനെ കിട്ടി. അതാണ് വൃത്രാസുരൻ. ആ വൃത്രാസുരത്വം ഉപഗമ്യ ഈ ചിത്രകേതു വിത്രാസുരന്റെ രീതിയിൽ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? സുരേന്ദ്രയോധി സുരേന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്തു. ദേവേന്ദ്രനുമായി, സുരൻ ദേവൻ, ഇന്ദ്രൻ ഇന്ദ്രൻ, ദേവേന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്തിട്ടോ ആ സമരെ യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ ഭക്തിയോടുകൂടി ആത്മതത്വ കഥനൈഹി പരമാത്മതത്വങ്ങളെ പറഞ്ഞുകൊണ്ട് ശത്രോഹോ അഭിഭ്രമം അപാസ്യ ശത്രുവായ ഇന്ദ്രൻ പോലും അജ്ഞാനത്തെ അകറ്റിക്കൊണ്ട് തേ പദം ഗതഃ അങ്ങയുടെ പദത്തെ പ്രാപിച്ചു. വിചിത്രം, ആശ്ചര്യം എന്ന് പറയാം. എന്താ ആ വൃത്രാസുരൻ പറഞ്ഞ വാക്കുകൾ ഉണ്ടല്ലോ. നമ്മളിപ്പോ 4ാമത്തെ സ്കന്ധം കഴിഞ്ഞ് 5ാമത്തെ സ്കന്ധം കഴിഞ്ഞ് 6ാമത്തെ സ്കന്ധം വരുമ്പോ നമ്മുടെ ഭാഗവതത്തിൽ പഠിക്കാം. ഇത്രയും നല്ല ശ്ലോകങ്ങള് നമുക്ക് പഠിക്കാനുള്ളതാണ്. വളരെ അതേ പറയണ, എനിക്കൊന്ന് പരമീശകാംക്ഷ, എനിക്കൊന്നും വേണ്ട ഭഗവാനെ, നാഗപൃഷ്ടം എന്ന് പറയാണ്. എനിക്ക് സ്വർഗഭാമോ സാർവഭൗമത്വം ഒന്നും വേണ്ട, എനിക്ക് വിരഹത്തോടുകൂടി അങ്ങേ കാണാൻ കാത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞ യുദ്ധക്കളത്തിൽ വെച്ചാല് ഈ വൃത്രാസുരൻ. അങ്ങനെ വൃത്രാസുരൻ ഭഗവത് തത്വത്തെ പറഞ്ഞു കൊടുത്തു. അസുരയോനിയിൽ ജനിച്ചിട്ട് പോലും ആ ദേവയോനിയിൽ ജനിച്ച ഇന്ദ്രനാണ് പറഞ്ഞു കൊടുത്തത് ഈ കഥ. അതാണ് വൃത്രാസുരന്റെ മഹത്വം. ആ വൃത്രാസുരൻ വിദ്യാധരൻ പാർവതിയാൽ ശപിക്കപ്പെട്ടപ്പോഴ് തനിക്ക് ശാപമോക്ഷം വേണമെന്നും കൂടി ചോദിച്ചില്ല. ഈശ്വരന്റെ ഉദ്ദേശം അതായിരിക്കും എന്ന് പറഞ്ഞ് ആ ശാപത്തിനെ അനുഗ്രഹമായിട്ട് കരുതി അത്രയാര്. അതാണ് പറയും നിസ്സംഭ്രമനായിട്ടിരുന്നു. സാധാരണ ശാപമൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു പരിഭ്രമാവില്ലേ? ഒരു പരിഭ്രമവും ഉണ്ടായില്ല. അതുകൊണ്ട് ശാപമോക്ഷവും ചോദിച്ചില്ല. പിന്നെ വൃത്രാസുരനായിട്ട് ജനിച്ചു, സുരേന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്തു. യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ ആത്മതത്വം കൊണ്ട് ആ ഇന്ദ്രന്റെ ഭ്രമത്തെ പോലും ഇല്ലാതാക്കി തീർത്തു. അങ്ങനെയുള്ളതായ അദ്ദേഹം അവസാനം ഭഗവത് പദം പൂകി. ആശ്ചര്യമായിട്ടിരിക്കണു അല്ലേ? ആശ്ചര്യം തന്നെ. ഇപ്പൊ എവിടെയൊക്കെ വരുന്നു? അയം തു നിസ്സംഭ്രമസ്ത്വയം എന്നുണ്ടല്ലോ. അയം തു നിസ്സംഭ്രമ അയാചിത ശാപമോക്ഷ വൃത്രാസുരത്വം ഉപഗമ്യ സുരേന്ദ്രയോധി തത്യാ ആത്മതത്വകഥനൈഃ സമരേ ശത്രോഹോ അഭി ഭ്രമം അപാസ്യ തേ പദം ഗതഃ വിചിത്രം. ധനന്വേ ഒരിക്കൽ കൂടെ. അയം തു നിസ്സംഭ്രമഃ അയാചിത ശാപമോക്ഷഃ വൃത്രാസുരത്വം ഉപഗമ്യ സുരേന്ദ്രയോഗി സമരേ ആത്മതത്വകഥനൈഃ ആത്മതത്വത്തെ പറഞ്ഞുകൊണ്ട് ശത്രോഹോ അഭിഭ്രമം അപാസ്യ ശത്രുവിന്റെ ആ ഭ്രമത്തെയും തീർത്തുകൊണ്ട് തേ പദം ഗതഃ അങ്ങയുടെ പദത്തെ പ്രാപിച്ചു. വിചിത്രം, ആശ്ചര്യമായിരിക്കുന്നു എന്ന്. നിസ്സംഭ്രമസ്ത്വയമയാചിത നിസ്സംഭ്രമഃ തു അയം അയാചിത ശാപമോക്ഷഃ വൃത്രാസുരത്വം ഉപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാ ആത്മതത്വകഥനൈഃ സമരേ വിചിത്രം ശത്രോഹോ അഭി ഭ്രമം അപാസ്യ ഗതഃ പദം തേ. ഇങ്ങനെ 6ാം സ്കന്ധത്തിലെ വൃത്രാസുര ചരിതമാണ്. വൃത്രാസുര ചരിതം എന്നല്ല, ചിത്രകേതു ഉപാഖ്യാനം. ആ ചിത്രകേതു ഉപാഖ്യാനം കഴിഞ്ഞു. പിന്നെ 6ാമത്തെ സ്കന്ധത്തിൽ ഒരു മരുതുത്പത്തി ഉണ്ട്.
രണ്ട് അധ്യായങ്ങളിലായിട്ട് വർണ്ണിക്കുന്ന മരുതുത്പത്തി. ആ മരുതുത്പത്തിയെ ഇവിടെ വർണ്ണിക്കുകയാണ്. നോക്കിക്കൊള്ളട്ടോ. ഇവിടെ എന്ത് ചെയ്തു? സുഹൃദോ മരുദോഭിലേവി ദുഷ്ടാശയേ വിശുഭദൈവ ഭവം നിഷേവ തത്താദൃശസ്ത്വമവമാം പവനാലയേശ. ഹേ പവനാലയേശ, തത്താദൃശഃ ത്വം മാം അവ. അങ്ങനെയുള്ള അങ്ങ് എന്നെ രക്ഷിക്കൂ. ഹേ മരുതാലയേശ, പവനാലയേശ, അല്ലയോ ഗുരുവായൂരപ്പ, തത്താദൃശ അങ്ങനെയുള്ള അങ്ങ് മാം അവ എന്നെ രക്ഷിക്കുന്ന. അവ രക്ഷിക്കൂ. എങ്ങനെയൊക്കെയുള്ളത് എന്ന് പറയാണ്. അതായത് ത്വത്സേവനേന ദിതിഹി ഇന്ദ്രവദോദ്യത. ദിതി ഉണ്ടല്ലോ, കശ്യപ പ്രജാപതിയുടെ മറ്റൊരു പത്നി. അതിഥിയാണ് ദേവമാതാവ്. ദിതിയുടെ പുത്രന്മാരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അതിൽ ആ ഹിരണ്യാക്ഷനെ ഇപ്പൊ കൊന്ന കഥ നമ്മൾ പറഞ്ഞു ഇല്ലേ? ഇനി ഹിരണ്യകശിപുവിന്റെ അടുത്ത അധ്യായത്തിലാണ് വരുന്നത്. ആ ദിതിക്ക് തന്റെ മകളൊക്കെ കൊല്ലാൻ, മക്കളെ കൊന്നത് വിഷ്ണുവാണെന്നറിയാം. കാരണം ഈ പുത്രന്മാരുണ്ടാകുമ്പോ തന്നെ അദ്ദേഹം അനുഗ്രഹിച്ചു, നിന്റെ കുട്ടികള് സുനാബോധര ബാഹുന, ആ ചക്രം വലിച്ചിരിക്കുന്ന ഭഗവാനാലാണ് നിന്റെ പുത്രന്മാർ കൊല്ലപ്പെടാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ തന്നെ ദിതിക്ക് സന്തോഷമായി. മാത്രമല്ല പുത്രസ്യ പൗത്രോയം, നിന്റെ പൗത്രനുണ്ടല്ലോ മഹാഭാഗവതോത്തമനായി തീരും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ദ്രനാണ് കൊന്നത് എന്നറിയാം. പക്ഷെ ഇന്ദ്രനോടല്ല വൈരാഗ്യം ദിതിക്ക്. കാരണം ഈ ഇന്ദ്രൻ കൊല്ലാൻ കാരണം ഇന്ദ്രനല്ല, തന്റെ പുത്രന്മാർ കൊല്ലാൻ കാരണം ഇന്ദ്രനാണ് എന്നൊരു തോന്നലാണ്. ഇന്ദ്രനാണെങ്കിൽ തന്റെ സപത്നിയുടെ പുത്രൻ അല്ലെ, അതിഥിയുടെ പുത്രനാണ്. അപ്പൊ അവൾ എന്ത് ചെയ്തു? ഒരു ദിവസം കശ്യപ പ്രജാപതിയെ ശുശ്രൂഷകളെ കൊണ്ടിട്ട് തൃപ്തിപ്പെടുത്തി. അപ്പൊ കശ്യപ പ്രജാപതി ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. വരാം, എന്തെങ്കിലും തരാൻ തയ്യാറായിട്ട്. പിന്നെ പറഞ്ഞു, എനിക്ക് ഇന്ദ്രഹണം വൃണേ, ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രനെ വേണമെന്നാ പറഞ്ഞു. ചോദിച്ചതാരോട്? കശ്യപനോട്. കശ്യപന്റെ മകനാണ് ഇന്ദ്രൻ. ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രനെ വേണമെന്ന് അച്ഛനോട് തന്നെ ചോദിക്കും. അപ്പൊ കേട്ട ഉടനെ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, തലയിലെഴുത്ത് അല്ലെ, വരാനുള്ളത് വരും എന്ന് വിചാരിച്ച് ആ ദിതിയുടെ ആഗ്രഹം സാധിപ്പിച്ചു എന്ന്. അപ്പൊ ആഗ്രഹം സാധിപ്പിക്കുന്നതിന് മുൻപ് ദിതിയോട് പറഞ്ഞു, നിനക്ക് ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവപുത്രനാണ്, അവൻ സത്വഗുണ സമ്പന്നനാണ്, അവനെയൊക്കെ കൊല്ലണമെങ്കിലില്ലേ അതുപോലെയുള്ള പുത്രൻ വരണം. അതിനൊരു കാര്യം ചെയ്യേ, നിനക്ക് ഞാനൊരു മന്ത്രം പുംസവനം എന്ന പേരായ ഒരു വ്രതം ഉപദേശിച്ചു തരാം. ആ വ്രതം അനുഷ്ഠിക്കുക, അതിലൊരു വ്രതഭംഗവും വരുത്താതിരിക്കുക. അപ്പൊ ഇവള് പറഞ്ഞു, കാര്യമൊക്കെ ശരി, എനിക്കൊരു പുത്രൻ ഉണ്ടാകണം. ആ പുത്രൻ എങ്ങനെ ആയിരിക്കണം എന്നറിയോ? ഒരിക്കലും ആരാലും കൊല്ലപ്പെടാനും പാടില്ല. അപ്പൊ പിന്നെ അവൾക്ക് ധൈര്യം, തന്റെ മകനെ ഇപ്പൊ വിഷ്ണു കൊന്നത് മാതിരി ഈ വരാൻ പോകുന്ന കുട്ടി ആരും കൊല്ലില്ലല്ലോ. കശ്യപ പ്രജാപതി പറഞ്ഞു, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നിനക്ക് മരിക്കാത്ത പുത്രനെ തരാമെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ദിതി എന്ത് ചെയ്തു? ദിവസവും അദ്ദേഹം പറഞ്ഞത് മാതിരി ഒരു വർഷക്കാലം പുംസവനം എന്ന വ്രതം അനുഷ്ഠിച്ചു. ആ വ്രതം അനുഷ്ഠിച്ചു വളരെ അസദാലാപം പാടില്ല, സന്ധ്യയ്ക്ക് ഉറങ്ങാൻ പാടില്ല, തലമുടി വിരിച്ചിട്ട് നടക്കാൻ പാടില്ല, കാല് കഴുകാതിരിക്കരുത്, അങ്ങനെ പല നിയമങ്ങള്. ഈ നിയമങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഈശ്വര പൂജ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം എന്റെ ഏകദേശം അറ്റം എത്താറായി, ഇവള് ഗർഭിണിയുമായി ഈ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ഷീണം തോർന്ന് എന്ത് ചെയ്തു? തലമുടി വിരിച്ചിട്ട് സന്ധ്യാനേരത്തെ കിടന്നു എന്നാണ്. ഈ ഇന്ദ്രൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ദിതി ഈ വ്രതം ആരംഭിച്ചപ്പോഴേ ഇന്ദ്രൻ കൂടെ കൂടി എല്ലാം ഒതുക്കി കൊടുക്കാനുള്ള ആളായിട്ട്. വിളിച്ചാ വിളിപ്പുറത്ത് ഓടി വരും, ഉപ്പ് വേണോ, വെള്ളം വേണോ, ഭക്ഷണം വേണോ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കും. അങ്ങനെ നിന്നതായ ഇന്ദ്രൻ ഈ സന്ദർഭത്തിൽ തന്റെ യോഗബലത്താൽ ഈ ദിതിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചപ്പോ എന്ത് ചെയ്തു? ആ ഗർഭസ്ഥ ശിശുവിനെ 7 കഷ്ണമാക്കി. ഓരോ കഷ്ണമാക്കുമ്പോഴും കുട്ടി കരയാൻ തുടങ്ങി. കുട്ടികൾ കരഞ്ഞു. അപ്പൊ പറഞ്ഞു, മാരുത 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 എന്ന് പറഞ്ഞു. കരയരുത് 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 എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്തു? എന്നിട്ട് ചാവണില്ല, 7 എണ്ണത്തിനും നല്ല ജീവനുണ്ട്. അപ്പൊ സംശയമായി. ഓരോന്നിനെ പിന്നെയും 7 വെട്ടി. അതിനെ 7 49 കഷ്ണാക്കി ഈ ഗർഭസ്ഥ ശിശുവിനെ. പക്ഷെ 49 എണ്ണവും മരിച്ചുപോയില്ല. മരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കശ്യപ പ്രജാപതി. ഇവരെന്ത് ചെയ്തു?
കുറെ കഴിഞ്ഞപ്പോ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ അനലപ്രഭ, സൂര്യനെ പോലെ അഗ്നിയെ പോലെ തേജസ്വികളായ കുട്ടികൾ. അവരെ കണ്ടപ്പോഴേ ദീദിയുടെ മനസ്സിലും ഇത്രയും കാലം ഇന്ദ്രനെ കൊള്ളാൻ ഒരു വേണം പുത്രൻ എന്നുള്ള ഭാവമൊക്കെ പോയിരുന്നു. എന്താ കാരണം എന്നാണ് അതിനാണ് വായിക്കാൻ പോണത്. ഇതാണ് കഥ. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ത്വത്സേവനേന, ഹേ ഗുരുവായൂരപ്പ, ആരെയാ സേവിച്ചത്? അങ്ങനെയാണ് സേവിച്ചത്. ഭഗവാനായ ഗുരുവായൂരപ്പനെ സേവിച്ചത് കൊണ്ട് ഇന്ദ്രവദോദ്യതാപി, ഇന്ദ്രനെ കൊല്ലാനാണ് തനിക്ക് പുത്രൻ വേണമെന്ന് പറഞ്ഞ് അങ്ങേ ആരാധിച്ചത്. എന്നാലും താൻ പ്രതി പ്രത്യുത ഇന്ദ്രസുഹൃദോ, പക്ഷെ പ്രത്യുത നേരെ മറിച്ച് ഇന്ദ്ര സുഹൃദ, ഇന്ദ്രന് കൂട്ടായിട്ടുള്ള മരുതഹാഭിലേവേ, മരുത്തുക്കളെയാണ് കിട്ടിയത്. ഈ 49 കുട്ടികളും വന്നു, പുറത്ത് ഇന്ദ്രനും വന്ന് നിൽക്കുകയാണ്. 50 പേരെ ഒന്നിച്ചു കണ്ടതായ ദിദിക്ക് മനസ്സിൽ വല്ലാത്ത സന്തോഷം, പ്രകാശമയമായിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു. ഇന്ദ്രനുള്ളതൊക്കെ വിവരിച്ചു പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഏതായാലും നിന്നെ പോലെ തേജസ്വികളായ കുട്ടികളെ നീ തന്നെ കൂട്ടിക്കൊണ്ടുപോക്കോ ഇന്ദ്ര എന്ന് പറഞ്ഞയച്ചു. അങ്ങനെ മരുത്തുക്കൾ ദേവതകളായി മാറി. എന്താ കാരണം? ത്വത്സേവനേന, ഭഗവാനെ സേവിച്ചത് കൊണ്ടാണ്ടായത്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടാവോ? അത് പറയണേ. ദുഷ്ടാശയേവി, അവളുടെ മനസ്സിൽ ദുഷ്ടബുദ്ധിയായിരുന്നു. എന്നാലും ശുഭദൈവ ഭവന്നിഷേവ, അങ്ങയെ സ്തുതിച്ചാല് അവരുടെ ദുഷ്ടാശയം മാറി ശുഭാശയായിട്ട് മാറും. ദുഷ്ടബുദ്ധിയോടെയാണ് അങ്ങയെ ഭജിക്കാൻ തുടങ്ങിയത്. 1 വർഷം കഴിയുമ്പോഴേക്കും അവളുടെ മനസ്സ് പട്ടുപോലെ ശുദ്ധമായി. ആ ശുദ്ധമായി തീരും ഭഗവത് ആരാധന എന്ന് കാണിക്കണം. ഭഗവത് ആരാധന കൊണ്ട് ദുഷ്ടബുദ്ധികൾ പോലും ശുഭബുദ്ധികളായി തീരുമില്ലേ? അതുകൊണ്ട് തന്നെ തത്താദൃശ, അങ്ങനെയുള്ള അങ്ങ്, ഞാനും അങ്ങയെ പൂജിക്കുന്നുണ്ടല്ലോ. ഹേ മരുത്പുരനാഥ ഗുരുല, ഹേ പവനാലയേശാലയോ ഗുരുവായൂരപ്പ, മാം അവ, എന്നെ രക്ഷിക്കൂ. ഇതാണ് പ്രാർത്ഥന. അതായത് ദുഷ്ടബുദ്ധിയോടുകൂടിയാണ് ദിതി അങ്ങയെ സേവിക്കാൻ പുറപ്പെട്ടതെങ്കിലും ആ 1 വർഷത്തെ പൂജ കൊണ്ട് അവളുടെ മനസ്സ് ശുദ്ധീകരിച്ചു. ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ വേണം എന്നായിരുന്നു അവളുടെ മനസ്സിൽ ആഗ്രഹം. പക്ഷെ അവസാനം നേരെ മറിച്ച് അവയൊക്കെ ഇന്ദ്രന്റെ സുഹൃത്തുക്കളായി മാറി. അങ്ങനെയുള്ള മരുത്തുക്കൾ എന്ന പുത്രന്മാരെ അവൾക്ക് ലഭിച്ചു. ഇതിന് കാരണം എന്താണെന്നറിയോ? ദുഷ്ടബുദ്ധികളാണെങ്കിലും അങ്ങയെ ശുശ്രൂഷിച്ചാൽ അവൾ പരിശുദ്ധാത്മാക്കളായി തീരും എന്ന് ഉറപ്പിച്ചു പറയാണ്. അപ്പൊ ദുഷ്ടബുദ്ധിയാണെങ്കിലും പരിശുദ്ധാത്മാവായിട്ട് തീരും. ഭവന്നിഷേവ, അങ്ങയെ സേവിക്കുന്നവർ അങ്ങനെ ആയിത്തീരും എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, ഹേ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള അങ്ങ് എന്നെയും രക്ഷിക്കൂ. കേട്ടാ, ഇതാണ് ദിതിഹി ത്വത്സേവനേന ഇന്ദ്രവദോദ്യത അഭി പ്രത്യുത ഇന്ദ്രസുഹൃദ മരുത അഭിലേവേ ദുഷ്ടാശയേ അഭി ഭവന്നിഷദ ശുഭോ ഏവ. ഹേ പവനാലയേശ തത്താദൃശഃ ത്വം മാം അവ. ധനന്മേ തത്സേവനേന ദിതിരന്ത്രവദോദ്യതാഭി താൻ പ്രത്യുദേന്ദ്ര സുഹൃദോ മരുതോ വിലേവേ ദുഷ്ടാശയേ വിശുഭദൈവ ഭവന്നിഷേവ തത്താദൃശസ്ത്വമവ മാം പവനാലയേശ. സകൃത് ഉച്ചാരണ മാത്രേനാണ്. 1 പ്രാവശ്യം ഭഗവാനെ ഉച്ചരിച്ചാലേ അവരെല്ലാത്തിനും പ്രാപ്തരായിത്തീരും. പിന്നെ 1 കൊല്ലക്കാലം ഭജിച്ചാലുള്ള കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ദിതിയുടെ മനസ്സിൽ നിന്ന് കന്മഷമൊക്കെ പോയി അവൾക്ക് ഇന്ദ്രനോട് പോലും വ്യക്തിവൈരാഗ്യം ഇല്ലാതായി മാറി എന്ന്. അതുകൊണ്ടല്ലേ ഇന്ദ്രന്റെ കൂടെ പറഞ്ഞയച്ചത് തന്റെ മക്കളെ. അതായത് ദുഷ്ടവിചാരത്തോടു കൂടി ഭജിച്ച ദിതിക്ക് പോലും ശുഭമുണ്ടാക്കി കൊടുത്തങ്ങ്. ഞാനിപ്പോ വളരെ ആത്മാർത്ഥമായിട്ടാണ് അങ്ങേ ഭജിക്കുന്നത്, എന്റെ രോഗം മാറ്റിത്തരണ്ടേ ഭഗവാനെ എന്നാണ് ചോദ്യം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ നിരുദ്ധായ നമഃ സംകർഷണായ ച
नमो विज्ञानमात्राय परमानन्दमूर्तये आत्मा रामाय शान्ताय निवृत्तद्वैतदृष्टये